റാംജിത്തിന്റെ പ്രഹരമേറ്റ് അജ്ഞാതൻ മുറ്റത്ത് മലർന്നടിച്ചു വീണു. അയാൾ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴേക്കും അവൻ വലതുകാലുയർത്തി ആഞ്ഞു ചവിട്ടി. മിന്നൽ വേഗത്തിൽ അജ്ഞാതൻ ഒരു വശത്തേക്ക് ഉരുണ്ടുമാറിയിട്ട് റാംജിത്തിന്റെ കാലിൽ പിടിച്ചു വലിച്ചു. അവൻ താഴെ വീണു. മുറ്റത്ത് കിടന്നുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഇടിക്കാനും തൊഴിക്കാനും തുടങ്ങി. റാംജിത്ത് പരാജയപ്പെടാൻ തുടങ്ങിയാണെന്ന് മനസ്സിലായപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് ആ രംഗം വീക്ഷിക്കുകയായിരുന്ന മനുഷ്യൻ പെൺ ടോർച്ച് അജ്ഞാതന്റെ മുഖത്തേക്ക് തെളിച്ചിട്ട് പറഞ്ഞു, ഇനി ചലിക്കരുത്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ റിവോൾവറിന്റെ ബാരൽ അജ്ഞാതൻ കണ്ടു. പിന്നെ അയാൾ ചലിച്ചില്ല. റാംജിത്ത് പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അലറി, എഴുന്നേൽക്കടാ. അജ്ഞാതൻ എഴുന്നേറ്റു. അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് റാംജിത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറി. മൃതശരീരത്തെ കാമിനിയാക്കുന്ന കിരാതന്റെ കയ്യിൽ നിന്നും അവൻ ടോർച്ച് വാങ്ങി അജ്ഞാതന്റെ മുഖത്തേക്ക് തെളിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, നീ ആരാണ്? എന്റെ ലില്ലി എവിടെ? നിന്റെ ലില്ലി? അതെ, അവൾ എവിടെ? നീ ആരാണെന്ന് പറയടാ, അല്ലെങ്കിൽ പുകച്ചു കളയും. റാംജിത്ത് ഭീഷണിപ്പെടുത്തി. ഞാൻ ലില്ലിയുടെ കാമുകനാണ്. പേര്? ജാക്കി. പറയൂ, അവളെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാനാണ് അവളുടെ കാമുകൻ. ഷട്ട് അപ്പ്! ജാക്കി മിന്നൽ വേഗത്തിൽ കൈവീശി റാംജിത്തിന്റെ മുഖത്തടിച്ചു. റാംജിത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആക്രമണമായിരുന്നതുകൊണ്ട് അവന്റെ മുഖത്ത് തന്നെ അടിയേറ്റു. അടുത്ത നിമിഷം ജാക്കി കാലുയർത്തി അവനെ തൊഴിച്ചു വീഴ്ത്തി. അപകടം മനസ്സിലാക്കിക്കൊണ്ട് കോട്ടുധാരി റിവോൾവർ ചൂണ്ടിക്കൊണ്ട് കാഞ്ചി വലിച്ചു. ജാക്കിയുടെ വലതു തുടയിൽ വെടിയേറ്റു. അവൻ ഇരു കൈകളും കൊണ്ട് തുടയിൽ അമർത്തി പിടിച്ചു. അമ്മേ, അയ്യോ! കൊല്ലവനെ! റാംജിത്ത് അലറി. വേണ്ട, ഇവൻ ആരാണെന്ന് അറിയട്ടെ. പറയടാ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? റാംജിത്ത് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. വളരെ രഹസ്യമായി ഞങ്ങളെ പിന്തുടരുകയായിരുന്നല്ലേ? ലില്ലി നിന്റെ കാമുകിയാണോ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്റെ കാറിൽ. കാർ എവിടെ? കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ്. നിനക്ക് ലില്ലിയെ കാണണോ? അവളെ വിട്ടുതരൂ പ്ലീസ്. വരൂ. റാംജിത്ത് അവനെ പിടിച്ച് മുറിക്കുള്ളിൽ കയറ്റിയിട്ട് കട്ടിലിലേക്ക് ടോർച്ച് തെളിച്ചു. ജാക്കി ഒന്നേ നോക്കിയുള്ളൂ. അവന്റെ സപ്തനാടികളും തളർന്നുപോയി. പരിപൂർണ നഗ്നയായി കട്ടിലിൽ തന്റെ ഇഷ്ടഭാജനം വിറങ്ങലിച്ച് കിടക്കുന്നു. 1 മിനിറ്റ് കഴിഞ്ഞ് റാംജിത്ത് പറഞ്ഞു, ഇവിടെ വരുന്നവർ ആരും ജീവനോടെ മടങ്ങിപ്പോകാറില്ല. എന്നെ കൊല്ലരുത്. ഇല്ല, കൊല്ലുകയില്ല. ജീവൻ എനിക്ക് വേണം. പറഞ്ഞു തീർന്നതും റാംജിത്തിന്റെ ബലിഷ്ഠമായ കരങ്ങൾ അവന്റെ കഴുത്തിൽ പതിഞ്ഞു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവൻ പിടഞ്ഞു മരിച്ചു. ജാക്കിയുടെ ജഡം വലിച്ച് സിറ്റ് ഔട്ടിലിട്ടു. റാംജിത്ത് അരമതിലിൽ കാവലിരുന്നു. കോട്ടുധാരി വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറി. രാത്രി 3 മണിവരെ അയാൾ ലില്ലിയുടെ ജഡവുമായി രമിച്ചു. എന്നിട്ട് ഇരുളിലേക്ക് ഇറങ്ങി വേഗം നടന്നു മറഞ്ഞു. റാംജിത്ത് 2 ശരീരങ്ങളും ജീപ്പിന്റെ സീറ്റിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന രഹസ്യ അറകളിൽ നിക്ഷേപിച്ചു. വീട് പൂട്ടിയിട്ട് താക്കോൽക്കൂട്ടം വിരലിലിട്ട് കറക്കിക്കൊണ്ട് ജീപ്പിൽ കയറിയിരുന്നു. അടുത്ത നിമിഷം റെയിൽപാളം ലക്ഷ്യമാക്കി ജീപ്പ് കുതിച്ചു. മനഃശാസ്ത്രജ്ഞനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട രഞ്ജിത്ത് നടത്തിയ ഇരട്ട കൊലപാതകത്തിന്റെ വാർത്ത നേരെ വെളുത്തയുടൻ പട്ടണത്തിൽ എല്ലാവരും അറിഞ്ഞു. ആ വിവരമറിഞ്ഞ് തലേ രാത്രി അവനോടൊപ്പം കിടന്ന അംബിക ഞെട്ടിത്തെറിച്ചുപോയി. താനും മനോഹരൻ ചേട്ടനും മരിക്കേണ്ട സ്ഥാനത്ത് ലില്ലിയും അവളുടെ കാമുകൻ ജാക്കിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ രഞ്ജിത്ത് തന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് പിശാചിനെ പോലെ മാംസം ഭക്ഷിച്ചതിന് ശേഷം ഭർത്താവിനെയും കൊല്ലുകയായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന് അവൾ ഓർത്തുപോയി. അവനെ തന്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കാതിരുന്നത് മണ്ടത്തരമായി പോയെന്ന് അവൾ മനസ്സിലാക്കി. അംബികെ, അവന്റെ ലക്ഷ്യം ഇന്നലെ നിന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു, മനോഹരൻ പറഞ്ഞു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇനി വളരെ സൂക്ഷിച്ചു കൊള്ളണം. സ്നേഹം ഭാവിച്ച് കയറി വരും. അവനെ ഈ പടിക്കുള്ളിൽ കയറ്റരുതെന്ന് വേലക്കാരനോട് പറയാം. ഇന്നലെ രാത്രിയിൽ അവൻ ഇവിടെ വന്ന വിവരം പോലീസിനോട് പറയണ്ടേ? വേണ്ട, അവർ എന്നെ ശപിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയില്ല. ഇനി അവൻ വരുമോ ചേട്ടാ? 100% നിന്നെ അവൻ നോട്ടമിട്ടിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, എനിക്ക് പേടിയാകുന്നു. എന്തിനാണ് അവൻ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത്? ആർക്കറിയാം. ഭ്രാന്ത് പിടിച്ച് അവന്റെ തലച്ചോറ് ശരിക്ക് പ്രവർത്തിക്കുകയില്ല. ഇനി അവൻ ഇവിടെ വരികയാണെങ്കിൽ പോലീസിന് വിവരം അറിയിക്കണം. അന്ന് മനോഹരൻ പണിക്കാരോടൊപ്പം കൂപ്പിലേക്ക് പോയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഡിവൈഎസ്പി ചന്ദ്രബാബു കുസുമത്തിന്റെ വീട്ടിലെത്തി. രഞ്ജിത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണോ ലില്ലിയെ വിളിച്ചുകൊണ്ടുപോയത്? കുസുമം ഫോട്ടോ വാങ്ങി നോക്കി. അല്ല സർ. എന്ത്? നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ.
ഒന്നും ഓർക്കാനില്ല. ഈ ചിത്രവുമായി അയാൾക്ക് യാതൊരു സാമ്യവുമില്ല. കുറ്റി താടിയും എണ്ണമയമില്ലാത്ത മുടിയും ചുവന്ന കണ്ണുകളുമാണ് അയാൾക്കുള്ളത്. ഈ ഫോട്ടോയിൽ കുറ്റിരോമങ്ങൾ വരച്ചു ചേർത്താൽ അയാളുടെ രൂപം കിട്ടില്ലേ? ഇല്ല, അയാളുടെ സ്ട്രക്ചർ അല്ല ഇത്. എലിസബത്തും അംബുജവും മെർലിനും അയാളെ കണ്ടതാണ്. അയാൾ കൊലയാളിയാണെന്ന് പറഞ്ഞത് തന്നെ മെർലിനാണ്. ആരാണ് മെർലിൻ? ഡോക്ടർ പെരേരയുടെ ഭാര്യ. 4 കൂട്ടുകാരികളുടെയും അഡ്രസ്സും ടെലിഫോൺ നമ്പറും അദ്ദേഹം വാങ്ങി. എലിസബത്തിനെയും അംബുജാഷിയെയും ചോദ്യം ചെയ്തിട്ട് മെർലിന്റെ അടുത്തെത്തി. രഞ്ജിത്തിന്റെ ഫോട്ടോ അദ്ദേഹം അവളെ കാണിച്ചുകൊണ്ട് കുസുമത്തിനോട് ചോദിച്ച ചോദ്യം ആവർത്തിച്ചു. ഇത് രഞ്ജിത്തിന്റെ പടമാണ്, അവൾ പറഞ്ഞു. അപ്പോ രഞ്ജിത്തിന്റെ മാഡത്തിന് പരിചയമുണ്ടോ? ഉണ്ട്. ഭാര്യ കൊല്ലപ്പെട്ടതിന് ശേഷം ഡോക്ടറെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചതുമാണ്. അവന്റെ മറ്റൊരു വേഷമല്ലേ, കുറ്റിത്താടിയും പാറിപ്പറക്കുന്ന തലമുടിയുമുള്ള രൂപം? അല്ല, രഞ്ജിത്തിനെ അവൻ വേട്ടയാടാൻ ശ്രമിച്ചതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലില്ലിയും കൊണ്ട് ജീപ്പിൽ കയറിപ്പോയ കുറ്റിത്താടിക്കാരൻ ഒരു കൊലയാളിയാണെന്ന് മെർലിൻ എങ്ങനെയാണ് മനസ്സിലായത്? ഒരിക്കൽ അയാൾ ഇവിടെ വന്ന് അപമര്യാദയായി പെരുമാറി. അപ്പോൾ പിന്നണി ഗായകൻ റോബിൻസൺ എവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹം കയർത്ത് സംസാരിച്ചു. അന്ന് രാത്രിയിൽ റോബിൻസൺ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഇവർ 2 പേർ തന്നെയാണെന്നാണോ മെർലിൻ പറയുന്നത്? അതെ, അത് തർക്കമറ്റ വിഷയമാണ്. ഡോക്ടർ ഇപ്പോൾ ആശുപത്രിയിലുണ്ടോ? ഉണ്ട്. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം. അദ്ദേഹം നേരെ ഹ്യൂമൻ ലൈഫ് സെന്ററിലേക്കാണ് പോയത്. ഡോക്ടർ തന്റെ വിശ്രമ മുറിയിൽ കിടക്കുമ്പോഴാണ് ഡിവൈഎസ്പി ചന്ദ്രബാബു റിസപ്ഷനിൽ കയറി ചെന്ന് പുതിയ റിസപ്ഷനിസ്റ്റായ യുവസുന്ദരിയോട് വിവരം പറഞ്ഞത്. അവൾ അകത്തേക്ക് കയറിയിട്ട് തിരികെ വന്ന് ഡിവൈഎസ്പിക്ക് വിശ്രമ മുറി കാണിച്ചു കൊടുത്തു. താങ്കൾ ഇരിക്കൂ, കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഡിവൈഎസ്പി ചന്ദ്രബാബു കസേരയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. താങ്കൾ ബിസിയല്ലല്ലോ? അല്ല, എന്താണ് അറിയേണ്ടത്? ഞാനിപ്പോ മിസ്സസുമായി സംസാരിച്ചിട്ടാണ് വരുന്നത്. രഞ്ജിത്തിനെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. അയാളുടെ ഭാര്യ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. എന്തായിരുന്നു അവളുടെ അസുഖം? ഒരു ഡോക്ടർ സൂക്ഷിക്കേണ്ട രഹസ്യമാണത്. ഞാനത് പരസ്യമാക്കിയാൽ രോഗികൾക്ക് ഈ സ്ഥാപനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ഞാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചുകൊള്ളാം. പ്രമാദമായ ഒരു കേസ് തെളിയിക്കാൻ ഇപ്പോൾ താങ്കളുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ആ പെൺകുട്ടിക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ലെന്നും പറഞ്ഞായിരുന്നു രഞ്ജിത്ത് എന്നെ സമീപിച്ചത്. ഞാൻ അവളോട് പലത് ചോദിച്ച് മനസ്സിലാക്കി. എന്തായിരുന്നു അവൾക്ക് അസുഖം? ഒന്നുമില്ലായിരുന്നു. അവൾ മാനസികമായും ശാരീരികമായും തികച്ചും ആരോഗ്യവതിയായിരുന്നു. എങ്കിലും അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് മനസ്സിന് കൂടുതൽ കരുത്തു നൽകിയാണ് വിട്ടയച്ചത്. അന്ന് രാത്രിയിൽ അവൾ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം രഞ്ജിത്ത് ഇവിടെ വന്നു. മാനസികമായി തളർന്ന അവനെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തുവെങ്കിലും പരിപൂർണമായി വിജയിച്ചില്ല. കാരണം ഹിപ്നോട്ടിസ് ചെയ്യുന്നതിന് ആദ്യം രോഗിയുടെ മനസ്സിനെ കീഴടക്കാൻ കഴിയണം. രഞ്ജിത്തിന്റെ മനസ്സ് പരിപൂർണമായി കീഴടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അയാൾ മാനസിക രോഗിയാണോ? 100% രോഗി തന്നെ. ഇനി ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുമെന്നും തോന്നുന്നില്ല. താങ്കളുടെ ഭാര്യയെയും അവൻ ശല്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ? അതെ. താങ്കളുടെ ഭാര്യയും കൂട്ടുകാരികളും പറയുന്നത് ലില്ലിയെ തട്ടിക്കൊണ്ടുപോയത് രഞ്ജിത്ത് അല്ല, മറ്റൊരാളാണെന്നാണ്. ഒന്നുകിൽ രണ്ടാമത്തെ ആൾ രഞ്ജിത്തിനു വേണ്ടി യുവതികളെ തട്ടിയെടുക്കുന്നയാളായിരിക്കും, അല്ലെങ്കിൽ രഞ്ജിത്ത് പ്രച്ഛന്നവേഷണത്തിൽ നടന്ന് യുവതികളെ വലവീശി പിടിക്കുന്നു. യു ആർ റൈറ്റ്. താങ്കളുടെ അഭിപ്രായത്തോട് എനിക്കും യോജിക്കാൻ കഴിയുന്നു. ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ ജീപ്പുകളുടെ ഉടമസ്ഥരെയും പറ്റി ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കായി അയാൾക്ക് ജീപ്പ് കാണുമല്ലോ? തീർച്ചയായും. വളരെ രഹസ്യമായി അവിടെയും അന്വേഷിക്കുന്നുണ്ട്. എത്രയും വേഗം അവനെ കസ്റ്റഡിയിലെടുക്കണം. ജനങ്ങൾ ഭയവിഹുലരാണ്. തീർച്ചയായും. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവന്റെയും പിന്നണി ഗായകൻ റോബിൻസന്റെയും കൊലപാതകങ്ങൾ പോലീസിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുകയാണ്. ഓക്കെ ഡോക്ടർ. ഓക്കെ, ഗുഡ് ലക്ക്. ഡിവൈഎസ്പി ചന്ദ്രബാബു എഴുന്നേറ്റു. അദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങി റിസപ്ഷൻ കൗണ്ടറും കടന്ന് ബാൽക്കണിയിൽ എത്തിയപ്പോൾ യാദൃശികമായി താഴേക്ക് നോക്കി. പുറത്ത് ഒരു തുറന്ന ജീപ്പ് കിടക്കുന്നത് കണ്ടുകൊണ്ട് ആകാംക്ഷയോടെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. താക്കോൽ ചെയിൻ കൈൽവീരലിട്ട് കറക്കിക്കൊണ്ട് റാംജിത്ത് നിൽക്കുന്നു. കുസുമം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലൂടെ മിന്നിമറഞ്ഞു. അടുത്ത നിമിഷം ഗോണിലൂടെ താഴേക്ക് ഓടിയിറങ്ങി. ഡിവൈഎസ്പി ചന്ദ്രബാബു റോഡിലെത്തിയപ്പോഴേക്കും റാംജിത്ത് ജീപ്പിൽ ചാടി കയറി കഴിഞ്ഞിരുന്നു. ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. ആ ജീപ്പിനെ പിന്തുടരൂ.
കാറിന്റെ പിൻസീറ്റിലേക്ക് ചാടി കയറിയിരുന്നുകൊണ്ട് അദ്ദേഹം ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. കാർ ജീപ്പിന്റെ പിന്നാലെ കുതിച്ചു. ഏത് നിമിഷവും നിറയൊഴിക്കാൻ തയ്യാറായി ഡിവൈഎസ്പി ചന്ദ്രബാബു റിവോൾവർ പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ചീറി പാഞ്ഞു പോകുന്ന ജീപ്പിന്റെ പിന്നാലെ ശരം പോലെ കാർ കുതിച്ചുകൊണ്ടിരുന്നു. നഗരത്തിലെ തിരക്ക് പിടിച്ച ട്രാഫിക്കിൽ കൂടി അതിവിദഗ്ധമായി ജീപ്പ് പാഞ്ഞുകൊണ്ടിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ജീപ്പിനെ പിന്തുടരാൻ കാറിന്റെ ഡ്രൈവർക്ക് കഴിയാതെ വന്നു. സർ, ജീപ്പ് നമ്മളും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുകയാണ്, ഡ്രൈവർ നിസ്സഹായതയോടെ പറഞ്ഞു. ഷട്ടപ്പ്, ആക്സിലേറ്റർ ഒന്നുകൂടി അമർത്തൂ. ഫുൾ ആക്സിലേറ്റർ ആണ് സർ. ധൈര്യമായിട്ട് പോവുക, നമുക്ക് അവനെ പിടികൂടാൻ കഴിയും. ജീപ്പും കാറും നഗരാതിർത്തി കഴിഞ്ഞ് വീതി കുറഞ്ഞ ടാർ റോഡിലേക്ക് കയറി. അതോടെ ജീപ്പിന്റെ വേഗത ഒന്നുകൂടി വർദ്ധിച്ചു. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കയറ്റവും ഇറക്കുമുള്ള പാതയിലൂടെ മിന്നൽ പിണർ പോലെ പാഞ്ഞു പോകുന്ന ജീപ്പ് അവരുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു നാൽക്കവലിയിൽ കാർ എത്തി. നിർത്തൂ. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ കാർ നിർത്തി. ഒരു ജീപ്പ് ഇതുവഴി കടന്നുപോയോ? അദ്ദേഹം അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു. ഒരു ഓപ്പൺ ജീപ്പാണ് സർ. അതെ, ഇടതുവശത്തേക്ക് പോയി. ഉടൻ തന്നെ കാർ റിവേഴ്സ് എടുത്തിട്ട് ഇടതുവശത്ത് കിടക്കുന്ന റോഡിലേക്ക് കയറി. ഡിവൈഎസ്പി ചന്ദ്രബാബു പിൻസീറ്റിൽ നിന്നും മുൻസീറ്റിൽ കയറിയിരുന്നു. 4-5 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോൾ റോഡ് രണ്ടായി പിരിഞ്ഞു. കാർ വീണ്ടും നിർത്തി. അവിടെ ഉണ്ടായിരുന്ന മുറുക്കാൻകടയിൽ ജീപ്പിനെ പറ്റി അവർ അന്വേഷിച്ചു. വലതുവശത്തെ വഴിയിലൂടെയാണ് ജീപ്പ് പോയിരിക്കുന്നത്. ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത്? പൊന്തൻപുഴയ്ക്കുള്ള വഴിയാണ്. ഓക്കെ. കാർ പൊന്തൻപുഴയ്ക്കുള്ള റോഡിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറുത്ത ബോർഡിലെ വെളുത്ത അക്ഷരങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിർത്ത്. ഡ്രൈവർ കാർ നിർത്തി. റിവേഴ്സ് എടുക്ക്, അദ്ദേഹം വീണ്ടും നിർദ്ദേശിച്ചു. വണ്ടി അല്പം പിന്നോട്ടെടുത്ത് നിർത്തി. ഡിവൈഎസ്പി ചന്ദ്രബാബു ആ ബോർഡ് ഒന്നുകൂടി വായിച്ചു. പ്രൈവറ്റ് റോഡ്, യശോധരി എസ്റ്റേറ്റ്. കാർ ഈ വഴിയിലേക്ക് വിട്. രഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള യശോധരി എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണത്. കാർ യശോധരി എസ്റ്റേറ്റിലേക്കുള്ള വീതി കുറഞ്ഞ സ്വകാര്യ റോഡിലേക്ക് പ്രവേശിച്ചു. 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞപ്പോൾ കുത്തനെയുള്ള കയറ്റം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജീപ്പിന് മാത്രം കയറിപ്പോകാവുന്ന ചെങ്കുത്തായ കയറ്റത്തിന് താഴെ ഡ്രൈവർ കാർ നിർത്തി. ഡിവൈഎസ്പി ചന്ദ്രബാബു ഇറങ്ങി സാവധാനം മുകളിലേക്ക് നടന്നു. യൂണിഫോം ധരിച്ച പോലീസ് ഓഫീസർ അപ്രതീക്ഷിതമായി എസ്റ്റേറ്റ് ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി നടന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് സൂപ്രണ്ട് സത്യാനന്ദൻ മുറ്റത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. എന്താണ് സർ? ഡിവൈഎസ്പി അടുത്തെത്തിയപ്പോൾ സത്യാനന്ദൻ ചോദിച്ചു. ഈ എസ്റ്റേറ്റിന്റെ സൂപ്രണ്ട് ആരാണ്? ഞാൻ തന്നെയാണ്, വരൂ സർ. സത്യാനന്ദൻ അദ്ദേഹത്തെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചു. ഡിവൈഎസ്പി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ബംഗ്ലാവിന്റെ സൈഡിൽ തുറന്ന ജീപ്പ് കിടക്കുന്നത് കണ്ടത്. അദ്ദേഹം ജീപ്പിന്റെ നമ്പർ പ്ലേറ്റിലേക്ക് കണ്ണോടിച്ചിട്ട് ചോദിച്ചു. മിസ്റ്റർ രഞ്ജിത്ത് ഇപ്പോൾ ഇവിടെ വന്നോ? ഇല്ല. യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ സത്യാനന്ദൻ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ഡിവൈഎസ്പിയുടെ കാലിലെ പെരുവിരൽ മുതൽ തലമുടി നാരുവരെ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത്? അയാൾ ഇങ്ങോട്ട് വന്നില്ലെന്നോ? അതെ. അടുത്ത നിമിഷം അദ്ദേഹം റിവോൾവർ വലിച്ചെടുത്ത് സത്യാനന്ദന്റെ നെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. രഞ്ജിത്തിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എത്രയും വേഗം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. സത്യാനന്ദൻ നാവടയ്ക്കുന്നതിന് മുമ്പ് ഡിവൈഎസ്പി ചന്ദ്രബാബുവിന്റെ വലതുകരം ഉയർന്നു താണു. സത്യാനന്ദൻ തന്റെ ഇടതുകോവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് തീ പാറുന്ന കണ്ണുകളോടെ ഡിവൈഎസ്പിയെ നോക്കി. സർ, എന്താ സത്യം വരാൻ ഭാവമില്ലേ? രഞ്ജിത്ത് ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ സർ? യു ബ്ലഡി! പല്ല് ഞെറുമിക്കൊണ്ട് ഡിവൈഎസ്പി വീണ്ടും സത്യാനന്ദനെ അടിച്ചു. അടുത്ത നിമിഷം സത്യാനന്ദന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. അയാൾ മിന്നൽ വേഗത്തിൽ ഡിവൈഎസ്പിയുടെ കയ്യിൽ കടന്നു പിടിച്ച് മുന്നോട്ട് വലിച്ചു. ചുവട് തെറ്റി മുമ്പോട്ട് വീഴാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുറത്ത് കാലുകൊണ്ട് ഒരു ചവിട്ടുകൂടി കൊടുത്തു. കമിഴ്ന്നടിച്ച് അദ്ദേഹം തറയിൽ വീണു. പെട്ടെന്ന് കൈമുട്ടുകളിൽ കുത്തി എഴുന്നേറ്റുകൊണ്ട് സത്യാനന്ദന്റെ നേരെ നിറയൊഴിക്കാൻ തുടങ്ങിയ ചന്ദ്രബാബു ഞെട്ടിപ്പോയി. സത്യാനന്ദന്റെ കയ്യിൽ റിവോൾവർ. എഴുന്നേൽക്കടാ! സത്യാനന്ദൻ തീ പാറുന്ന കണ്ണുകളോടെ ആജ്ഞാപിച്ചു. ഡിവൈഎസ്പി എഴുന്നേറ്റു. അങ്ങോട്ട് മാറി നിൽക്കടാ! അദ്ദേഹം അനുസരിച്ചു. സത്യാനന്ദൻ മുമ്പോട്ട് ചെന്ന് റിവോൾവർ തറയിൽ നിന്നും എടുക്കാനായി കുനിഞ്ഞ തക്കം നോക്കി ഈറ്റപ്പുലിയുടെ വേഗത്തിൽ ഡിവൈഎസ്പി ചന്ദ്രബാബു മുമ്പോട്ട് കുതിച്ചു. ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന സത്യാനന്ദൻ മിന്നൽ വേഗത്തിൽ തെന്നിമാറി. ഡിവൈഎസ്പി മുറ്റത്ത് വീണ്ടും കമിഴ്ന്നടിച്ചു വീണു. സത്യാനന്ദൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചതിനു ശേഷം മുഖമടച്ച് ഒരടി കൊടുത്തു. അദ്ദേഹം വീണ്ടും മുറ്റത്ത് വീണു. എഴുന്നേൽക്കണം നായേ! ഡിവൈഎസ്പി എഴുന്നേറ്റു. പറയടാ, നീ ആരാണ്? ഡിവൈഎസ്പി ചന്ദ്രബാബു എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഞാൻ ഡിവൈഎസ്പി തന്നെയാണ്. എന്നിട്ട്
ഉയർന്നൊരു പോലീസ് ഓഫീസറുടെ മാന്യത നിങ്ങൾ കാണിച്ചില്ലല്ലോ. 100 ഏക്കർ വിസ്തീർണമുള്ള റബ്ബർ എസ്റ്റേറ്റിന്റെ സൂപ്രണ്ടാണ് ഞാൻ. എന്റെ തൊഴിലാളികളാണ് ചുറ്റും നിൽക്കുന്നത്. ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ എന്തിനാണ് കയ്യേറ്റം ചെയ്തത്? ചന്ദ്രബാബു ചുറ്റുപാടും കണ്ണോടിച്ചു. 20ഓളം തൊഴിലാളികൾ അവർക്ക് ചുറ്റും കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു. അവരിൽ ഒരാൾ ചോദിച്ചു, ഇവൻ ആരാ സാറേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. രഞ്ജിത്ത് ഇവിടെ വന്നിട്ടില്ലേ? ഡിവൈഎസ്പി ചോദിച്ചു. ഇല്ല. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് തോന്നിയാൽ ബംഗ്ലാവും സ്മോക്ക് ഹൗസും പരിസരവും പരിശോധിച്ചു നോക്കാം. അതിന് കയ്യേറ്റമല്ല ചെയ്യേണ്ടത്. സോറി. ഓക്കെ, ഇതാ നിങ്ങളുടെ റിവോൾവർ. ഡിവൈഎസ്പിയുടെ റിവോൾവർ തിരികെ കൊടുത്തുകൊണ്ട് ചോദിച്ചു, എന്താണ് സാറിന് അറിയേണ്ടത്? രഞ്ജിത്ത് ഒരു ക്രിമിനൽ പുള്ളിയാണ്. ഈ ജീപ്പ് ഇങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പിന്തുടരുകയായിരുന്നു. ഈ ജീപ്പ് തന്നെയാണോ? അതെ. ആദ്യം ജീപ്പ് പരിശോധിച്ചു നോക്കൂ. ഡിവൈഎസ്പി ജീപ്പിനടുത്ത് ചെന്ന് ബോണറ്റിന് മുകളിൽ കൈവച്ച് നോക്കി. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ബോണറ്റിൽ ചൂട് അനുഭവപ്പെട്ടില്ല. ഉടനെ കുനിഞ്ഞിരുന്ന് എഞ്ചിനിൽ സ്പർശിച്ചു നോക്കി. ഇല്ല, ജീപ്പിന്റെ എഞ്ചിൻ മണിക്കൂറുകളായി സ്റ്റാർട്ട് ചെയ്തതിന്റെ ലക്ഷണം പോലുമില്ല. താൻ അതിവിദഗ്ധമായി കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇങ്ങോട്ട് വരാൻ മറ്റേതെങ്കിലും വഴിയുണ്ടോ? ഇല്ല. ഇവിടെ ടെലിഫോൺ ഉണ്ടോ? ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഇനി ബംഗ്ലാവും സ്മോക്ക് ഹൗസും പരിശോധിക്കുന്നത് ബുദ്ധിമോശമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. സത്യാനന്ദൻ റിവോൾവർ തിരികെ തന്നത് തന്നിൽ നിന്നും ആക്രമണമുണ്ടായാൽ ചെറുത്തു നിൽക്കാമെന്ന് 100% വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇയാളുടെ അനുവാദമില്ലാതെ ബംഗ്ലാവും സ്മോക്ക് ഹൗസും പരിശോധിക്കാൻ ശ്രമിച്ചാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. തൽക്കാലം ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും ഭംഗി. ഒരു നായയെപ്പോലെ തന്നെ അടിച്ചു വീഴ്ത്തിയ ഇവനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ കൂടുതൽ സന്നാഹത്തോടെ എത്രയും വേഗം തിരിച്ചെത്തണം. സത്യാനന്ദനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അദ്ദേഹം ധൃതിയിൽ മുറ്റത്തു നിന്നും റോഡിലേക്ക് ഇറങ്ങി. വേഗം കാറിനടുത്തെത്തി. വേഗം പുറപ്പെടൂ, ഡ്രൈവറോട് പറഞ്ഞിട്ട് പിൻസീറ്റിൽ കയറിയിരുന്നു. കാർ അതിവേഗം മുമ്പോട്ട് കുതിച്ചു. ആദ്യം കാർ നിർത്തിയിട്ട് വഴി ചോദിച്ച നാൽക്കവലിയിൽ കാർ നിർത്തി. ഡിവൈഎസ്പി ഇറങ്ങി കടയിൽ നിന്നും SP ഫെർണാണ്ടസിന് ഫോൺ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 4 പോലീസ് ജീപ്പ് അവിടെ എത്തിച്ചേർന്നു. ഡിവൈഎസ്പി ഒരു ജീപ്പിൽ കയറി. ആ ജീപ്പിന്റെ പിന്നാലെ 3 ജീപ്പുകളും പാഞ്ഞു. 4-5 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോൾ വാഹനങ്ങളെല്ലാം നിന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിറക്കി ഡിവൈഎസ്പി ചന്ദ്രബാബു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വീണ്ടും അവർ യശോധരി എസ്റ്റേറ്റ് ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവർ ബംഗ്ലാവിന്റെ മുറ്റത്ത് പ്രവേശിച്ചു. ജീപ്പ് നിന്നയുടൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചാടിയിറങ്ങി. ബംഗ്ലാവും സ്മോക്ക് ഹൗസും മിന്നൽ വേഗത്തിൽ വളഞ്ഞു. ബംഗ്ലാവിലും സ്മോക്ക് ഹൗസിലുമുള്ളവർ പുറത്തേക്ക് ഇറങ്ങി വരിക, ഡിവൈഎസ്പി ആജ്ഞാപിച്ചു. എന്നാൽ സത്യാനന്ദൻ എന്ന എസ്റ്റേറ്റ് സൂപ്രണ്ട് അസാമാന്യ ബുദ്ധിശാലിയും കൗശലക്കാരനുമാണെന്ന് ആ പോലീസ് ഓഫീസർ മനസ്സിലാക്കിയപ്പോഴേക്കും അവർ മറിഞ്ഞുപോയ വഞ്ചിയിലെ യാത്രക്കാരെ പോലെ മൂക്കോളം മുങ്ങിക്കഴിഞ്ഞിരുന്നു. അപമാനിതനായി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിപ്പോയ ഡിവൈഎസ്പി സിംഹത്തെ പോലെ തിരിച്ചെത്തുമെന്ന് സൂപ്രണ്ട് സത്യാനന്ദന് നല്ലവണ്ണം അറിയാമായിരുന്നു. എസ്റ്റേറ്റിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ വളരെ പെട്ടെന്ന് അയാൾ സംഘടിപ്പിച്ചു. വേട്ടയ്ക്കായി ഉപയോഗിക്കുന്ന തോക്കുകൾ അയാൾ അവരെ ഏൽപ്പിച്ചിട്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. ഡിവൈഎസ്പി ചന്ദ്രബാബുവും സംഘവും വരുന്നത് പ്രതീക്ഷിച്ച് അവർ ബംഗ്ലാവിന് ചുറ്റും പതിയിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാവിലേക്കും സ്മോക്ക് ഹൗസിലേക്കും ഇരച്ചു കയറിയവരെ വളഞ്ഞുകൊണ്ട് സത്യാനന്ദനും തൊഴിലാളികളും തുരുതുര നിറയൊഴിക്കാൻ തുടങ്ങി. ജീവൻ വേണമെങ്കിൽ നിരായുധരായി പുറത്തേക്കിറങ്ങി വരിക, ഇടയ്ക്ക് വെടി നിർത്തിയിട്ട് സത്യാനന്ദൻ വിളിച്ചു പറഞ്ഞു. റിവോൾവർ താഴെ വെച്ചിട്ട് 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎസ്പി ആദ്യം ബംഗ്ലാവിൽ നിന്നും പുറത്തേക്കിറങ്ങി. സ്മോക്ക് ഹൗസിൽ നിന്നും സബ് ഇൻസ്പെക്ടർ ചെറിയാനും പുറത്തേക്ക് വന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പരുഷമായ ശബ്ദത്തിൽ സത്യാനന്ദൻ ചോദിച്ചു. മിസ്റ്റർ സത്യാനന്ദൻ, നിങ്ങൾ മുൻ MLA മകനായതുകൊണ്ടാണോ കിരാതമായി ഈ രീതിയിൽ പ്രവർത്തിച്ചത്? ഡിവൈഎസ്പി ഇളിബദ്ധ മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല സർ, ഒരു പോലീസ് ഓഫീസർ കാണിക്കേണ്ട മര്യാദ നിങ്ങൾ ആദ്യം കാണിച്ചില്ല. മര്യാദ കെട്ടവൻ വീണ്ടും വിവരക്കേട് ആവർത്തിക്കുമെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഞങ്ങളെ എന്തു ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം? ഒന്നുമില്ല. ദയവായി ഞങ്ങളെ ശല്യം ചെയ്യരുത്. കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കേസിലെ പ്രതിയാണ് രഞ്ജിത്ത്. മാന്യമായി നിങ്ങൾ രഞ്ജിത്തിനെ പറ്റി അന്വേഷിക്കാമല്ലോ. ഈ ബംഗ്ലാവും പരിസരവും ഞങ്ങൾക്ക് പരിശോധിക്കണം. തീർച്ചയായും പരിശോധിച്ചുകൊള്ളൂ. പക്ഷേ ഇതിനുള്ളിൽ അക്രമം അഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പോലീസ് ജനങ്ങളുടെ മിത്രങ്ങളാണ്. ശത്രുത കാണിച്ചാൽ അവസാന നിമിഷം വരെ പോരാടും. നിയമം കയ്യിലെടുക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അതെ. നിയമവിരുദ്ധമായി പെരുമാറുന്ന പോലീസ് ഓഫീസറോട്
അതേ നാണയത്തിൽ പെരുമാറണം. XMLAയുടെ ഹുങ്കായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. അല്ല, ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ ചുമതലയോടുകൂടിയാണ് സംസാരിക്കുന്നത്. 100ഓളം തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണിടാൻ ഞാൻ അനുവദിക്കുകയില്ല. വേണ്ടി വന്നാൽ നാളെ നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കാൻ എനിക്ക് കഴിയും. ഓഹോ, അത് പിന്നീടാവട്ടെ. രഞ്ജിത്ത് ഇവിടെ വരാറുണ്ടോ? ഇല്ല. യശോധരിയോ? അവരും വരാറില്ല. ഞങ്ങൾ ഈ ബംഗ്ലാവും പരിസരവും പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലല്ലോ? ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. സത്യാനന്ദൻ ബംഗ്ലാവിൽ കയറി ഫോൺ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. കുറച്ചു മുമ്പ് വരെ പ്രവർത്തനക്ഷതമായി കിടന്ന ഫോൺ അപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അയാൾ യശോധരിയമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കണക്ഷൻ കിട്ടിയില്ല. തോട്ടം തൊഴിലാളികളുടെ നേതാവ് സത്യാനന്ദനോട് റിസീവർ വാങ്ങി ട്രേഡ് യൂണിയൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ യൂണിയൻ നേതാക്കൾ അവിടെ എത്തി. പ്രശ്നം ഗുരുതരമാകുമെന്ന് കരുതി DYSP ചന്ദ്രബാബുവും സംഘവും ഉടൻ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാറിൽ ഇരിക്കുമ്പോഴും ചന്ദ്രബാബുവിന്റെ മനസ്സിൽ സത്യാനന്ദൻ എന്ന തന്റേടിയുടെ മുഖം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തു വില കൊടുത്തും അവന് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു കള്ളക്കേസുണ്ടാക്കി സത്യാനന്ദനെ കുരുക്കിൽ വീഴ്ത്തിയിട്ട് ലോക്കപ്പിലിട്ട് ശരിക്ക് കൈകാര്യം ചെയ്യണം. ഇനി അവനൊരു പോലീസ് ഓഫീസറെയും അടിക്കരുത്. ഓഫീസിലെത്തിയ ഉടൻ അദ്ദേഹം സത്യാനന്ദനെ കുരുക്കിൽ വീഴ്ത്താനുള്ള കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് SP ഫോൺ സന്ദേശം എത്തിയത്. ചന്ദ്രബാബു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് തലയിടാൻ പോകുന്നത്? DYSP ചോദിച്ചു. എന്തുപറ്റി സർ? രാഷ്ട്രീയ നേതാക്കന്മാരെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഇത്രയും നാളത്തെ ഔദ്യോഗിക ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങൾ യശോധരി എസ്റ്റേറ്റിൽ പോയി തൊഴിലാളി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയുള്ള പരാതി മുഖ്യമന്ത്രിക്കും IG-ക്കും ലഭിച്ചിട്ടുണ്ട്. വാട്ട്? ഇത് വെറും നുണയാണ് സർ. ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ സ്ഥലമാറ്റം. ഇതിലേതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. കുപ്രസിദ്ധനായ രഞ്ജിത്തിന്റെ എസ്റ്റേറ്റ് ആണത്. അയാൾ അന്വേഷിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ബി കെയർഫുൾ. ഇനി എസ്റ്റേറ്റിലേക്ക് പോകാൻ ശ്രമിക്കരുത്. എസ്റ്റേറ്റ് സൂപ്രണ്ട് സത്യാനന്ദന്റെ കസ്റ്റഡിയിലാണ് രഞ്ജിത്ത്. അയാളെ അറസ്റ്റ് ചെയ്താൽ പ്രതിയെ പിടികൂടാൻ കഴിയും. ഞാൻ അക്കാര്യം മാനേജ് ചെയ്തുകൊള്ളാം സർ. അന്വേഷണത്തിന്റെ അവസാന ഘട്ടമാണിത്. ഈ അന്വേഷണം പൂർത്തിയാക്കാൻ നേതാക്കന്മാർ നിങ്ങളെ അനുവദിക്കില്ല മിസ്റ്റർ. ഇവിടെ പ്രതിയെ പിടികൂടുന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിനാണ് തൂക്കം. കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരയ്ക്ക് തൂക്കമില്ലെന്നോ? അതെ. നിങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊപ്പി വേണോ, രഞ്ജിത്തിനെ പിടികൂടണോ? സർ, യശോധരി എസ്റ്റേറ്റുമായി ഇനി ബന്ധപ്പെടരുത്. ഓക്കെ? ടെലിഫോൺ ബന്ധം നിലച്ചു. DYSP ചന്ദ്രബാബു നിരാശയോടെ റിസീവർ ക്രാഡിലേക്ക് എറിഞ്ഞിട്ട് കസേരയിൽ ചാരിക്കിടന്നു. സത്യസന്ധമായി ഒരു കേസും അന്വേഷിക്കാൻ കഴിയുകയില്ലെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം മനസ്സിലാക്കി. ഓരോ കുറ്റവാളികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു. വീണ്ടും അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. നിയമപാലകർ കൂച്ചുവിലങ്ങുകളുമായി നിസ്സഹായരായി നോക്കി നിൽക്കുക. പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ ജനങ്ങളുടെ കല്ലേറേൽക്കണം. പ്രതിയെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചാൽ മുകളിൽ നിന്നുള്ള വിലക്ക്. എന്താണ് ചെയ്യുക? വളരെ സമയം കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് അദ്ദേഹം ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പോലീസ് ഓഫീസറുടെ കുപ്പായം അഴിച്ചു വെക്കുക. നാളെ രാവിലെ തന്നെ രാജി സമർപ്പിക്കണം. അതിനു മുമ്പ് ഒരു പേപ്പട്ടിയോടെന്ന പോലെ തന്നോട് പെരുമാറിയ എസ്റ്റേറ്റ് സൂപ്രണ്ടിനെ ഒരു പാഠം പഠിപ്പിക്കണം. അദ്ദേഹം വീട്ടിലെത്തിയ ഉടനെ തന്റെ ഭാര്യയോട് തീരുമാനം അറിയിച്ചു. ചന്ദ്രികെ, ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. എന്തിന്? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ചന്ദ്രിക അത്ഭുതത്തോട് ചോദിച്ചു. എനിക്കല്ല ഭ്രാന്ത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. എന്തു പറ്റി ചേട്ടാ? അവൾ ഭർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് തോളിൽ കൈയിട്ടതിനു ശേഷം ചോദിച്ചു. കൊലയാളിയായ രഞ്ജിത്തിനെ പറ്റി ഇനിയും അന്വേഷണം വേണ്ടെന്നാണ് മുകളിൽ നിന്നുള്ള കൽപ്പന. ഇത് ചേട്ടന് പുത്തിരിയല്ലല്ലോ. 100 കേസുകൾ അന്വേഷിക്കാതെ പിൻവാങ്ങിയിട്ടില്ലേ? ഈ കേസ് അങ്ങനെയല്ലടി. പ്രമാദമായൊരു കേസാണിത്. രഞ്ജിത്തിനെ പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രമോഷനോ റിവാർഡോ ഷുവറാണ്. രാജിവെച്ചാൽ സ്വസ്ഥമായി ശിഷ്ടകാലം ജീവിക്കാം. സത്യത്തിൽ എനിക്ക് മടുത്തു ചന്ദ്രിയെ. ചേട്ടാ, 4 പെൺമക്കളാണ് നമുക്ക് വളർന്നു വരുന്നത്. നിങ്ങൾ രാജിവെച്ചാൽ എത്ര നാളിങ്ങനെ റബ്ബർ സ്റ്റാമ്പായി ജോലി ചെയ്യും? കുറച്ചു നാൾ കൂടി മതിയല്ലോ. 10 വർഷം. അതൊരു നീണ്ട കാലയളവാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചേട്ടൻ ജോലി രാജിവെക്കരുത്.
ചന്ദ്രയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ചന്ദ്രബാബു അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണിമയ്ക്കാതെ കുറച്ചു നേരം ഇരുന്നിട്ട് ചോദിച്ചു, ഞാൻ വീണ്ടും ഈ ജോലി തുടരണമെന്നാണോ നിന്റെ ആഗ്രഹം? ഞങ്ങളെ ഓർത്ത് ചേട്ടൻ രാജിവെക്കരുത്. ശരി. അദ്ദേഹം എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ഇരുണ്ട നിറമുള്ള ഷർട്ടും പാൻസും ധരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി. യശോധരി എസ്റ്റേറ്റിൽ പോയി സൂപ്രണ്ട് സത്യാനന്ദനോട് പക വീട്ടുകയായിരുന്നു ലക്ഷ്യം. എന്ത് വില കൊടുത്തും അവനൊരു പാഠം പഠിപ്പിക്കണം. ഒരു ടാക്സി പിടിച്ച് അദ്ദേഹം എസ്റ്റേറ്റിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം ഇറങ്ങി. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് കയറി സാവധാനം എസ്റ്റേറ്റ് ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഈ സമയം പരിശീലനായ രഞ്ജിത്ത് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യാനന്ദനുമായി ഒരു മുറിയിലിരുന്ന് രഹസ്യ സംഭാഷണം നടത്തുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞു, ഈ രാത്രിയിൽ എനിക്കൊരു പെണ്ണിനെ വേണം. സത്യാനന്ദൻ നടുങ്ങി. വളരെയേറെ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയായ രഞ്ജിത്തിന് കിടക്ക പങ്കിടാൻ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത് സത്യാനന്ദന് വിശ്വസിക്കാനായില്ല. സത്യാനന്ദൻ ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? സ്തംഭിച്ചിരിക്കുന്ന അയാളോട് രഞ്ജിത്ത് ചോദിച്ചു. രഞ്ജിത്ത് കാര്യമായി പറഞ്ഞതാണോ? അതെ, എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. അയാൾ എഴുന്നേറ്റ് അടുക്കളയിൽ പണി ചെയ്യുന്ന കമലാക്ഷിയെ സമീപിച്ചു. അവർക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്, ആശ. കഴിഞ്ഞ 10 വർഷമായി എസ്റ്റേറ്റ് ബംഗ്ലാവിലെ അരിവിപ്പുകാരിയാണ് 40കാരിയായ കമലാക്ഷി. കമലാക്ഷിയുടെ ഭർത്താവ് കേശവൻ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. 10 വർഷം മുമ്പ് ഒരു അപകടത്തിൽ അയാൾ മരിച്ചു. നിരാലംബരായി തീർന്ന കമലാക്ഷിക്ക് അന്നു മുതൽ ബംഗ്ലാവിലെ അരിവെപ്പ് ജോലി സത്യാനന്ദൻ നൽകി. അന്ന് ആശയ്ക്ക് 9 വയസ്സ്. 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൊച്ചു സുന്ദരി. ഉണ്ണാനും ഉടുക്കാനും ലഭിച്ചപ്പോൾ കമലാക്ഷി മകളേക്കാൾ സുന്ദരിയായി. കണ്ണുകൾക്ക് 16കാരിയുടെ തിളക്കം. ചുളുങ്ങിയ മേനി മിനുങ്ങിയുരുണ്ടു. കവിളുകളും ചുണ്ടുകളും ചുവന്നു തൊടുത്തു. അവളുടെ നടപ്പിന് പോലും ഒരു പ്രത്യേക സൗന്ദര്യമുള്ളതായി സത്യാനന്ദന് തോന്നി. അയാൾ അവളോട് കളിതമാശകൾ പറയാൻ തുടങ്ങി. ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം കമലാക്ഷി മറന്നു. സത്യാനന്ദനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. കിടക്കമുറിയിലേക്ക് കയറി ചെന്ന് അയാളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് പരിചരണം നൽകാൻ അവൾ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ ശ്രമിക്കുന്ന സത്യാനന്ദന് കമലാക്ഷി ബെഡ്ഷീറ്റ് തട്ടിക്കൊടഞ്ഞ് വിരിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് സാറേ? എന്നെ 3 മണിക്ക് വിളിക്കണം. അതുവരെ ഞാൻ ഈ മുറിയിൽ നിൽക്കണം. പണിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. സാറ് ഉറങ്ങാൻ തുടങ്ങിയല്ലേ? പിന്നെ ഞാനെന്തിനാണ് കാവലിരിക്കുന്നത്? ഞാൻ ഉറങ്ങാതിരുന്നാലോ? സത്യാനന്ദന്റെ ചോദ്യം കമലാക്ഷിയുടെ ഉത്തരം മുട്ടിച്ചു. അവൾ കൺകോണിലൂടെ അയാളെ നോക്കി കീഴ്ചുണ്ടുകൾ കടിച്ചുകൊണ്ട് തല കുമ്പിട്ടു. പറയൂ കമലാക്ഷി, ഞാൻ ഉറങ്ങാതിരിക്കാം. ഞാൻ എന്ത് പറയാനാണ്? തല ഉയർത്താതെ അവൾ പറഞ്ഞു. സത്യാനന്ദൻ സാവധാനം കൈനീട്ടി അവളുടെ കീഴ്ത്താടിക്ക് പിടിച്ച് മുഖം മേൽപോട്ടുയർത്തി. കമലാക്ഷി, പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ വിളിച്ചു. നീ എത്ര സുന്ദരിയാണ്. എസ്റ്റേറ്റ് സൂപ്രണ്ടും അരിവെപ്പുകാരിയും അവർക്ക് മുമ്പിൽ മരിച്ചു. അവർ കാമുകന്മാരായി. ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ലെന്നുള്ള വാഗ്ദാനത്തോടെ അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ബംഗ്ലാവിനോട് ചേർന്നുള്ള സെർവൻസ് ക്വാർട്ടേഴ്സ് രാത്രിയിൽ ഒഴിഞ്ഞുകിടന്നു. അമ്മയും മകളും ബംഗ്ലാവിൽ താമസമായി. കമലാക്ഷി 4-5 കിലോമീറ്റർ ദൂരെ 2 ഏക്കർ പുരയിടം വാങ്ങി. അതിനുള്ളിൽ ഭംഗിയേറിയ ഒരു വീട് നിർമ്മിച്ചു. പുരയിടം മുഴുവൻ റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ മരങ്ങൾ ടാപ്പ് ചെയ്യാം. എന്നിട്ടും കമലാക്ഷി അങ്ങോട്ട് താമസം മാറിയില്ല. തനിക്ക് എല്ലാം നേടിത്തന്ന എസ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ ഭാര്യയെ പോലെ അവൾ അവിടെ താമസിച്ചു. മകൾ ആശയ്ക്ക് അമ്മയുടെ അവിഹിത ബന്ധത്തെപ്പറ്റി അറിയാമായിരുന്നു. അവൾ നിശബ്ദത പാലിച്ചതേയുള്ളൂ. ആശ പഠിത്തത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. 10ാം ക്ലാസ്സിൽ അവൾ തോറ്റു. പിന്നീട് പരീക്ഷ എഴുതാൻ ശ്രമിക്കാതെ അടുക്കള ജോലിയിൽ അമ്മയെ സഹായിക്കാൻ തുടങ്ങി. ആശയ്ക്ക് 19 വയസ്സായിട്ടും സത്യാനന്ദൻ അവളിൽ കണ്ണുവെച്ചില്ല. സ്വന്തം മകളോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ അവൾക്ക് നൽകി. ആശയ്ക്ക് അമ്മയുടെ കാമുകനോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു. താൻ മകളെ പോലെ സ്നേഹിക്കുന്ന ആശയെ രഞ്ജിത്തിനു വേണ്ടി കിടക്കറ പങ്കിടാൻ എങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നോർത്ത് കമലാക്ഷിയുടെ മുമ്പിൽ അയാൾ കുറച്ചു നേരം മൗനമായി നിന്നു. എന്തിനാ സാറെ വിളിച്ചത്? കമലാക്ഷി അയാളോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഒരു രഹസ്യം പറയാനാണ്. പറയൂ. ആശ കിടപ്പുമുറിയിൽ കിടന്ന് എന്തോ വായിക്കുകയാണ്. അവളെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പറയൂ. അയാൾ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ പരുങ്ങി. സാറിനെന്താ ഒരു വിഷമം?
പറയാം. പറയാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാനും നീയും മറ്റുള്ളവരുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടവരല്ലേ. സാർ കാര്യം പറയും. രഞ്ജിത്തിന് ആശയെ കണ്ടപ്പോൾ ഒരു കമ്പം. സാറേ, ഒരു ഉൾക്കിടലത്തോടെ കമലാക്ഷി വിളിച്ചു. എനിക്കറിയാം കമലാക്ഷി, ആ ചെറുക്കൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ ഏറ്റുപോയതാണ്. സാറിൻ്റെ മകളായിരുന്നെങ്കിൽ. അവൾ വാക്കുകൾ പൂർത്തിയാക്കാതെ നിന്നുകൊണ്ട് വിതുമ്പി. സത്യാനന്ദൻ അവളുടെ തോളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും മറന്നുകൂടാ. ചോദ്യഭാവത്തിൽ കമലാക്ഷി അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അപ്പോൾ അയാൾ തുടർന്നു, നീയും ഞാനും നേടിയതെല്ലാം ഈ എസ്റ്റേറ്റിൽ നിന്നുമാണ്. രഞ്ജിത്തിൻ്റെ പണമാണ് നമ്മൾ സമ്പാദിച്ചത്. ഭാര്യ നഷ്ടപ്പെട്ട് നിരാശനായി നടക്കുന്ന അവൻ ഇങ്ങനെയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. കമലാക്ഷി കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ മൗനം ഭഞ്ജിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, എൻ്റെ മകളെ നശിപ്പിക്കാൻ ഞാൻ എങ്ങനെ കൂട്ടുനിൽക്കും? ആശയെ അവൻ നശിപ്പിക്കുകയില്ലടി. ഭാര്യയായി സ്വീകരിക്കുമെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെയും സംഭവിച്ചുകൂടുന്നില്ല. ആശയുടെ മിടുക്കും സാമർഥ്യവും പോലെ ഇരിക്കും. അവൾ തിരുമണ്ടിയാണെന്ന് സാറിനറിയാമേലേ. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ തെറ്റുകാരിയാണ്. മകളെ കൂടി തെറ്റിലേക്ക് വലിച്ചഴിക്കുന്നത് ശരിയാണോ? അല്ല, പക്ഷേ സാഹചര്യം നമ്മൾ രണ്ടുപേരെയും ഈ കാര്യത്തിൽ നിർബന്ധിക്കുന്നു. 10 വർഷമായില്ലേ നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ഞാൻ അന്യയല്ലേ. അങ്ങ് അകലെ എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അന്യയായി തീരാൻ അനുവദിക്കില്ലായിരുന്നു. മറ്റൊരു കാര്യം കൂടി നീ അറിയണം. എന്താണ്? നമ്മുടെ ബന്ധത്തെപ്പറ്റി രഞ്ജിത്തിനും യശോധരി അമ്മയ്ക്കും എല്ലാം അറിയാം. അവർ വിചാരിച്ചാൽ നമ്മൾ രണ്ടും പുറത്തു പോകേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നീ ഭൂമി വാങ്ങിയതും വീട് വെച്ചതും അവർ അറിയുകയില്ലേ. കേസും വഴക്കും ഉണ്ടാകാതിരിക്കാൻ രഞ്ജിത്തുമായി ഒരു ബന്ധമുണ്ടാക്കുന്നതും നല്ലതാണ്. അവളോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയും? പോരാഞ്ഞ് അയാൾ പെൺകുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവനാണെന്ന് നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ മോളെ രഞ്ജിത്ത് കൊല്ലുകയില്ലേ സാറേ? രഞ്ജിത്ത് ആരെയും കൊന്നിട്ടില്ലടി. ഇതെല്ലാം പോലീസുകാർ പ്രചരിപ്പിക്കുന്നതാണ്. ആശയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. അവൾ എൻ്റെ രക്തത്തിൽ ജനിച്ചവളല്ലെങ്കിലും എനിക്ക് അവൾ എല്ലാമാണ്. എന്നിട്ടാണോ സാറ് സമ്മതിച്ചത്? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീയും മകളും സമ്മതിക്കില്ലെന്ന് ഞാൻ പറയാം. പിന്നീട് സംഭവിക്കുന്നത് പോലെ അനുഭവിക്കാം. നേടിയത് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കമലാക്ഷിക്ക് പെട്ടെന്നുണ്ടായി. സത്യാനന്ദൻ്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതെല്ലാം ഒരുപക്ഷെ നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടെന്നു വരാം. അങ്ങനെ സംഭവിച്ചാൽ ഇത്രയും കാലം തൻ്റെ ശരീരം നൽകി നേടിയെടുത്തത് വൃഥാവിലായിത്തീരും. ഏതാനും നിമിഷങ്ങൾ ആലോചിച്ചിട്ട് അവൾ കിടപ്പുമുറിയിലേക്ക് കയറി. കട്ടിലിൽ കിടന്നുകൊണ്ട് ബെഡ് ലാമ്പിൻ്റെ അരണ്ട പ്രകാശത്തിൽ ആശ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം പെട്ടെന്ന് മെത്തയുടെ കീഴെ വെച്ചിട്ട് ചാടി എണീറ്റു. എന്തമ്മേ? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. നീ എന്തുവാണ് വായിക്കുന്നത്? ഒന്നുമില്ല, ഒരു നോവലാണ്. രഞ്ജി സാറ് പോയോ അമ്മേ? ഇല്ല, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്തുവാ? രഞ്ജി സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. ആശ നടുങ്ങി. അവളുടെ മനസ്സിലേക്ക് വായിച്ചു കൊണ്ടിരുന്ന സെക്സ് ബുക്കിലെ കഥാപാത്രങ്ങൾ ഓടിയെത്തി. പാവപ്പെട്ട ഒരു യുവതിയും പണക്കാരനായ യുവാവും തമ്മിലുള്ള രതിലീലകളുടെ കഥയായിരുന്നു അവൾ വായിച്ചുകൊണ്ട് കിടന്നത്. കഥാനായകനായി രഞ്ജിത്തിനെയും നായികയായി സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മദനകഥ വായിച്ച് രസിക്കുമ്പോഴാണ് അമ്മ മനസ്സിനിണങ്ങിയ ഓഫറുമായി എത്തിയിരിക്കുന്നത്. അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. നീ പേടിക്കണ്ട, ആ സാറിൻ്റെ കാശാണ് നമ്മുടെ വീടും പുരയിടവും. ഒറ്റ കുതിപ്പിന് രഞ്ജിത്തിന്റെ മുറിയിലെത്താൻ അവളുടെ മനസ്സ് കുതിച്ചെങ്കിലും മുഖത്ത് അമ്പരപ്പ് ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നു. കമലാക്ഷി അവളുടെ തോളിൽ പിടിച്ച് സമാശ്വസിപ്പിക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോള് സമ്മതിക്കണം. നമുക്ക് ഇതെല്ലാം നേടിത്തന്ന സത്യാനന്ദ സാറ് പറയുമ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് ഞാൻ ഉണ്ടാക്കി തന്നതെല്ലാം നിനക്കുള്ളതാണ്. അമ്മേ, വേഗം തയ്യാറാകണം. സാറിനെ കണ്ടിട്ട് നമുക്ക് ചോറുണ്ണാം. അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ കമലാക്ഷി അടുക്കളയിലേക്ക് പോയി. ആശ പെട്ടെന്ന് വാതിലടച്ചു. അവളുടെ മനസ്സിലുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ വായിക്കാനായി നൽകിയ നോവൽ ബെഡിന്റെ കീഴിൽ നിന്നും എടുത്ത് ആർത്തിയോടെ ചുംബിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ താൻ ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥയായി തീരും. സൂപ്പർവൈസറോട് അവൾക്ക് തോന്നിയ സ്നേഹം പെട്ടെന്ന് മങ്ങിയിരുണ്ടു. അവൾ വേഗം ഡ്രസ്സ് ചെയ്തു. വില കൂടിയ പെർഫ്യൂമും ശരീരത്ത് പുരട്ടി. ഒന്ന് വേഗം ചെല്ലടി, കമലാക്ഷി ധൃതി കൂട്ടി. അവൾ സാവധാനം നടന്ന് രഞ്ജിത്തിരിക്കുന്ന മുറിയുടെ വാതിൽക്കിലെത്തി.
കാൽപെരുമാറ്റം കേട്ട് രഞ്ജിത്ത് മുഖമുയർത്തി. കയറി വരൂ, അവൻ ക്ഷണിച്ചു. അവൾ അകത്തേക്ക് കയറി. രഞ്ജിത്ത് എഴുന്നേറ്റ് വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് അവളുടെ തോളിൽ കയറ്റുകൊണ്ട് കിടക്ക് ലക്ഷ്യമാക്കി നടന്നു. സ്ത്രീ ജന്മത്തിന്റെ സ്വാഭാവിക ലജ്ജയോടെ അവൾ നമ്രമുഖിയായി ഫോമെത്തിയിലിരുന്നു. ആശേ, പരിശീലനത്തിനെങ്കിലും തൽക്കാലം ഒരു ആശ്വാസം ലഭിച്ച സന്തോഷത്തോടെ രഞ്ജിത്ത് മെല്ലെ വിളിച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി മന്ദഹസിച്ചു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ സാഹചര്യം ഈ വഴിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. സാറിനെ ചതിക്കരുത്. ഇല്ല. രഞ്ജിത്ത് അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് കാമം കത്തിജ്വലിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അടുത്ത നിമിഷം ആശ അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു. പതഞ്ഞു പൊന്തി വന്ന വികാരം കടിച്ചമർത്തിക്കൊണ്ട് നിർവികാര ഭാവത്തിൽ രഞ്ജിത്ത് അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവനിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ആശയ്ക്ക് സംശയമായി. അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തിയിരുന്ന മുഖം മെല്ലെ ഉയർത്തി നോക്കി. സർ, എന്തിനാണ് എന്നെ ഈ മുറിയിലേക്ക് വിളിച്ചത്? ഒരു പ്രത്യേക കാര്യം പരീക്ഷിച്ചു നോക്കാനാണ്. എന്താണ് സർ? അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ കരിനിഴലുകൾ വീണു. നീ ഭയപ്പെടുന്നത് പോലെ യുവതികളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു ഘാതകനല്ല ഞാൻ. പിന്നെ സാർ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ആ ഘാതകൻ്റെ റോൾ ഒന്ന് അഭിനയിച്ച് നോക്കണം. സർ, എന്നെ കൊല്ലരുത്. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. എന്നാൽ എന്നാൽ ഭയം കൊണ്ട് ആശയുടെ കണ്ടമിടറി. നീ ശവം പോലെ നിശ്ചലയായി കിടക്കണം. എന്നിട്ട് ഞാൻ ആ കാബാലികനെ പോലെ നിന്നോട് പെരുമാറും. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് നിന്നെ ഈ മുറിയിലേക്ക് വിളിപ്പിച്ചത്. സാർ എന്നെ ഉപദ്രവിക്കുമോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആശ എന്നെ വിശ്വസിക്കൂ, പ്ലീസ്. കണ്ണുകൾ രണ്ടും അടച്ച് ശ്വാസം പോലും കഴിക്കാതെ ശവം പോലെ കിടക്കാൻ അവൾ നിർദ്ദേശിച്ചു. അവൾക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നിട്ടും അനുസരിച്ചു. ഒരു സെക്കൻഡ് പോലും ആശയോട് പറ്റിച്ചേർന്ന് കിടക്കാൻ അവന് സാധിച്ചില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ വസ്ത്രങ്ങൾ ധരിച്ചു. ആശേ, എഴുന്നേൽക്കൂ. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞു സാറേ? ഏതോ ഭ്രാന്തനാണ് നിശ്ചലമായി കിടക്കുന്ന ജഡവുമായി ബന്ധപ്പെടുന്നത്. മനുഷ്യനായി ജീവിക്കുന്ന ഒരുത്തനും ഇതിന് കഴിയുകയില്ല. അവൾ രഞ്ജിത്തിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് മുഖത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. സാറ് വെറുതെ എന്നെ ആശ പിടിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കും. വേണ്ട, നീ പൊയ്ക്കോളൂ. ഇല്ല, ഈ രാത്രിയിൽ ഞാൻ പോവുകയില്ല. നിന്റെ അമ്മയും സത്യാനന്ദനും എന്ത് വിചാരിക്കും? എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അവർക്കറിയാം. ഇനി ഞാൻ ഇറങ്ങിപ്പോയാലും നടക്കേണ്ടത് നടന്നു എന്ന് തന്നെ അവർ വിചാരിക്കും. നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധം പാടില്ല സർ. വികാരം നിയന്ത്രിക്കാനാവാതെ അവൾ വിളിച്ചു. രഞ്ജിത്തിന്റെ വിവേകം വികാരത്തിന് വഴിമാറിക്കൊടുത്തു. സാറ് ഭയങ്കര പുള്ളിയാ. ഞാൻ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ആശേ. കള്ളം. പെണ്ണുങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നത് ഞാനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, സാറ് നല്ല മനുഷ്യനാണ്. നീയെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആരാണ് സാറേ പെണ്ണുങ്ങളെ കൊല്ലുന്നവൻ? അറിഞ്ഞുകൂടാ. ആരായാലും അവൻ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സമാധാനമായി കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ഇപ്പോൾ ഉറങ്ങിക്കൊള്ളൂ. അവൾ രഞ്ജിത്തിന്റെ മുഖം പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി. രഞ്ജിത്ത് കിടന്നുറങ്ങിപ്പോയി. കഥകിൽ തുരുതുരെ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അർദ്ധമയക്കത്തിൽ നിന്നും ആശ ഉണർന്നത്. വാതിൽക്കൽ പരിഭ്രമിച്ചു നിൽക്കുന്ന സത്യാനന്ദനെ കണ്ട് അവൾ ഭയന്നു. വേഗം രഞ്ജിത്തിനെ വിളിക്കൂ. അവൾ പിന്നോട്ട് തിരിയുന്നതിനു മുമ്പ് അയാൾ മുറിക്കുള്ളിലേക്ക് കയറി രഞ്ജിത്തിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. രഞ്ജിത്ത്, അപകടം! അയാൾ തിടുക്കത്തിൽ പറഞ്ഞു. എന്തുപറ്റി? എസ്റ്റേറ്റിന്റെ തെക്കേ ഭാഗത്ത് വെടിവെച്ചയും ഒരലർച്ചയും കേട്ടു. നിങ്ങൾ കരുതലോടെ ഇരുന്നു കൊള്ളണം. ഞാനും തൊഴിലാളികളും പോയി നോക്കിയിട്ട് വരാം. അയാൾ ടോർച്ചുമായി വേഗം പുറത്തേക്കിറങ്ങി. ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളെ വിളിച്ചുണർത്തി. ലൈറ്റുകളും തോക്കുകളുമായി വെടിവെച്ച കേട്ട ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നടന്നു. സാറേ, ഓടിവാ! ഒരാൾ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഓടിച്ചെന്ന് നോക്കി. ഡിവൈഎസ്പി ചന്ദ്രബാബു മരിച്ചു കിടക്കുന്നു. കുറച്ചു നേരത്തേക്ക് എസ്റ്റേറ്റ് സൂപ്രണ്ട് സത്യാനന്ദന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. പകൽ നടന്ന സംഭവങ്ങൾ ചലച്ചിത്രം പോലെ അയാളുടെ മസ്തിഷ്കത്തിൽ കൂടി മിന്നി മറഞ്ഞു. ഡിവൈഎസ്പിയെ വധിച്ചത് താനാണെന്ന് പോലീസ് വിധിയെഴുതും. നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ എസ്റ്റേറ്റിൽ കാക്കിക്കുപ്പായക്കാരുടെ തിക്കും തിരക്കുമായിരിക്കും. ഡിവൈഎസ്പി എന്തിനാണ് രാത്രിയിൽ ഇവിടെ വന്നത്? ഇദ്ദേഹത്തെ വെടിവെച്ച് വന്നത് ആരായിരിക്കും?
ആരെങ്കിലും മുയൽ വേട്ടയ്ക്കായി തോട്ടത്തിൽ വന്നതായി അറിയാമോ? സത്യാനന്ദൻ തൊഴിലാളികളോട് ചോദിച്ചു. ആരും തോട്ടത്തിൽ കിടന്നതായി അറിവില്ല. സാറ് വേട്ടയ്ക്ക് ഇറങ്ങിയില്ലേ? സാറ് തട്ടിയിട്ട് ഞങ്ങളെ കുപ്പിയിലിറക്കാൻ പറയുകയാണോ? നമ്മുടെ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് തെറ്റുകാരൻ. നാളെ മുതൽ കിടക്കപ്പുറത്തി കാണുകയില്ല. തൊഴിലാളികൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞതൊന്നും സത്യാനന്ദൻ കേട്ടില്ല. അയാൾ യന്ത്രം പോലെ ബംഗ്ലാവിൽ തിരിച്ചെത്തി. ഡിവൈഎസ്പി ചന്ദ്രബാബുവിനെ ആരോ വെടിവെച്ചു വന്നു. അയാൾ സത്യാനന്ദനോട് പകരം വീട്ടാൻ വന്നതായിരിക്കും, രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു. അതെ, പക്ഷേ അദ്ദേഹത്തെ ആരാണ് വെടിവെച്ചു വന്നത്? എന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ട്. ഞാനായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രബാബുവിനെ വെടിവെച്ച് വീഴ്ത്തിയതായിരിക്കും. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടണം. കൊലയാളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം നൽകിയില്ലെന്ന് എന്താ ഉറപ്പ്? ആവശ്യമായ പണം എടുത്തുകൊണ്ട് അവർ രാത്രിയിൽ തന്നെ സ്ഥലം വിട്ടു. നേരം വെളുത്തയുടൻ പോലീസ് ജീപ്പുകൾ എസ്റ്റേറ്റിനുള്ളിൽ പാഞ്ഞെത്തി. ബംഗ്ലാവും ലയങ്ങളും അവർ വളഞ്ഞു. തൊഴിലാളികളെയും കമലാക്ഷിയെയും ആശയെയും പിടിച്ച് ഒരു മുറിക്കുള്ളിലാക്കി. പോലീസ് സൂപ്രണ്ട് ഫെർണാണ്ടസ് ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. രഞ്ജിത്ത് എസ്റ്റേറ്റിലെത്തിയ വിവരം കമലാക്ഷിയും ആശയും എസ് പിയോട് പറഞ്ഞു. തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് ശവം പോലെ കിടന്നു കൊടുക്കാൻ രഞ്ജിത്ത് ആവശ്യപ്പെട്ട കാര്യം ആശ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രഞ്ജിത്തിന്റെ വലയിൽ വീണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ ആശയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി എസ് പി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സംഭവിച്ചതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ സ്റ്റേഷനിൽ വെച്ച് അവൾ പോലീസ് ഓഫീസർമാരോട് പറഞ്ഞു. ലയത്തിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു. കമലാക്ഷിയെയും പോലീസുകാർ വെറുതെ വിട്ടില്ല. മർദ്ദനം സഹിക്കാതെ വയ്യാതായപ്പോൾ സത്യാനന്ദനുമായുള്ള ബന്ധത്തെപ്പറ്റിയും പുരയിടം വാങ്ങി വീട് നിർമ്മിച്ചതുമെല്ലാം അവർ തുറന്നു പറഞ്ഞു. കമലാക്ഷിയെയും കൊണ്ട് പോലീസുകാർ അവളുടെ പുതിയ വീട്ടിലെത്തി. വീടും റബ്ബർ തോട്ടവും അവർ പരിശോധിച്ചു. അവർ എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ല് ഞങ്ങൾ ചവിട്ടി കൊടുക്കും, പറയടി. പോലീസുകാർ കമലാക്ഷിയുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് ഭിത്തിയിലിടിച്ചു. എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയത്തില്ല. നിനക്കും മകൾക്കും എല്ലാ രഹസ്യങ്ങളും അറിയാം. മകളെ മുതലാളിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട നീ മോശക്കാരിയല്ലല്ലോടി. അവർ കമലാക്ഷിയെയും കൊണ്ട് എസ് പിയുടെ അടുത്ത് തിരിച്ചെത്തി. അമ്മയെയും മകളെയും ലോക്കപ്പിൽ അടയ്ക്കാനുള്ള നിർദ്ദേശം എസ് പി നൽകി. അടുത്ത നിമിഷം ഒരു ടൂറിസ്റ്റുകാർ ഓഫീസ് വളപ്പിൽ കയറ്റി ബ്രേക്ക് ചെയ്തു. കാറിൽ നിന്നും ഡോക്ടർ മാർട്ടിൻ പെരേര പുറത്തേക്കിറങ്ങി. ഡിവൈഎസ്പിയുടെ മുറിയിലേക്ക് കയറി അദ്ദേഹം അഭിവാദ്യം ചെയ്തു. ഹലോ ഡോക്ടർ, ഇരിക്കൂ. താങ്ക് യു സർ. ഡോക്ടർ ഇരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? DSP ചോദിച്ചു. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ബാഹുലേയനുമായി സംസാരിച്ചിട്ട് വരികയാണ്. രഞ്ജിത്തിന്റെ സ്വഭാവ വൈകൃതത്തെപ്പറ്റി ഞാൻ പഠനം നടത്തുകയാണ്. പറയൂ, എൻ്റെ സഹായം താങ്കൾക്ക് ആവശ്യമുണ്ടോ? ഓഫ് കോഴ്സ്. ആശയുമായി അല്പസമയം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ആശയെ ഉടൻ തന്നെ ലോക്കപ്പിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നു. ഡോക്ടർ അവളുമായി 10 മിനിറ്റ് നേരം സംസാരിച്ചിട്ട് ഡിവൈഎസ്പിയോട് ചോദിച്ചു. നിരപരാധിയായ ഈ പെൺകുട്ടിയെ എന്തിനാണ് സാറ് ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്? ആരെങ്കിലും ജാമ്യത്തിനുണ്ടെങ്കിൽ ഇവളെയും അമ്മയെയും വിട്ടയക്കാം. ഞാൻ ജാമ്യം നൽകാം. ഡോക്ടർ, അത്ഭുതത്തോടെ DSP വിളിച്ചു. അതെ സർ. ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവരേണ്ട ചുമതല ഡോക്ടർക്കായിരിക്കും. ഞാൻ സമ്മതിച്ചു. ആവശ്യമായ കടലാസുകളിൽ ഡോക്ടർ മാർട്ടിൻ പെരേരെ ഒപ്പുവെച്ചു. കമലാക്ഷിയും ആശയും പുറത്തിറങ്ങി. താങ്കൾ ഞങ്ങളെ രക്ഷിച്ചു. നിറകണ്ണുകളോടെ കമലാക്ഷി കൈകൂപ്പി. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഡോക്ടർ ചോദിച്ചു. എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു താമസം. എങ്ങോട്ട് പോകണമെങ്കിലും വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടേ? വരൂ, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. ഡോക്ടറും ആശയും കമലാക്ഷിയും കാറിന്റെ പിൻസീറ്റിൽ കയറി. സത്യാനന്ദൻ വാങ്ങിക്കൊടുത്ത പുരയിടം ലക്ഷ്യമാക്കി കാർ കുതിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഡോക്ടർ ചോദിച്ചു. ഈ വീടും റബ്ബർ തൈകളും കമലാക്ഷി അമ്മയുടേതാണോ? അതെ സർ. 2 വർഷം കൂടി കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ഉടമയായി തീരുമല്ലോ. ആശ ഭാഗ്യവതി തന്നെ. അദ്ദേഹം ആശയെ ഒളി കണ്ടിട്ട് നോക്കി. അവൾ മന്ദഹസിച്ചുകൊണ്ട് മുഖം കുനിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സാറ് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും ഞങ്ങൾ മറക്കുകയില്ല. ഇത് ഒരു ഉപകാരമെന്ന് പറയാനുണ്ടോ? രഞ്ജിത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. സാറ് രഞ്ജിത്തിനെ അറിയുമോ? അവൻ കടുത്ത മാനസിക രോഗിയല്ലേ. ഒരിക്കൽ എൻ്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ആശ വളരെ സൂക്ഷിച്ചു കൊള്ളണം. യഥാർത്ഥ കൊലയാളി രഞ്ജിത്ത് അല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെ കൊല്ലാൻ അയാൾക്ക് അവസരമുണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്തില്ലല്ലോ. അയാൾ വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ള ചെറുപ്പക്കാരനാണ്. ആശയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടവ് മാറ്റിയതാണ്. ആദ്യം മരിച്ചതുപോലെ കിടക്കാൻ അവൻ ആവശ്യപ്പെട്ടതാണെന്നല്ലേ ആശ എന്നോട് SP ഓഫീസിൽ വെച്ച് പറഞ്ഞത്? അതെ സർ.
ആശയുടെ വിശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തു വെച്ച് ആ കൃത്യം നടക്കുമായിരുന്നു. ഇനി അയാൾ ഇവിടെ വരുമോ എന്നാണ് എൻ്റെ ഭയം. വളരെ സൂക്ഷിക്കണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. അദ്ദേഹം പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകളെടുത്ത് കമലാക്ഷിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. DSPയുടെ അടുത്ത് ഇടയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ വരാം. ഡോക്ടർ പെരേര കാറിൽ കയറിയിരുന്നു. കമലാക്ഷിയും ആശയും കൈകൂപ്പി. കാർ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഡോക്ടർ പിൻസീറ്റിൽ ചാരിക്കിടന്നു. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരാണെങ്കിലും ആശയുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. കിടക്കറയിലെ തന്റെ കഴിവില്ലായ്മകൾ അംഗീകരിച്ചുകൊണ്ട് അനുസരിക്കാൻ ഒരു യുവതി വേണം. പാവപ്പെട്ടവളാകുമ്പോൾ തന്റെ കഴിവില്ലായ്മകൾ അംഗീകരിച്ചു തരുമെന്ന് മാത്രമല്ല, നഗരത്തിൽ നിന്നും വളരെ ദൂരെ ആയതിനാൽ ആരും അറിയുകയുമില്ല. തന്റെ കാമുകിയായിരുന്ന ലില്ലി പിൻവാങ്ങിപ്പോയത് തന്റെ കഴിവില്ലായ്മകളുടെ തിരിച്ചടിയായിരുന്നു. കുപ്പക്കുഴിയിൽ കിടന്ന മെർലിനെ കൊട്ടാരത്തിലെ രാജ്ഞിയായി ഊഞ്ഞാൽക്കട്ടിലിൽ ഇരുത്തി ആട്ടിയിട്ടും അവൾ തന്നെ അംഗീകരിച്ചിട്ടില്ല. ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഒരു പാവപ്പെട്ടവനെ വിവാഹം കഴിച്ച് വീണ്ടും കുപ്പക്കുഴിയിൽ താമസിക്കാൻ അവൾ ഒരുക്കമാണ്. ഇടവേളകളിൽ ആശയെ അവളുടെ വീട്ടിൽ പോയി കാണണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ പുരുഷൻ തലമുറകളായി സ്ത്രീയുടെ മേൽ മേധാവിത്വം ഉറപ്പിച്ചു വരുന്നവനാണ്. അവന്റെ രക്തത്തിലെ ജീനുകൾ പരാജയം സമ്മതിച്ചു കൊടുക്കുകയില്ല. തന്റെ പരിമിതികൾ ചോദ്യം ചെയ്യാത്ത ഒരു യുവതിയെ ലഭിക്കുന്നത് വരെ ഒരുപക്ഷെ ഈ പ്രയാണം തുടർന്നുവെന്ന് വരാം. ഡോക്ടർ ദീർഘമായി നിശ്വസിച്ചു. ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ കാർ ബംഗ്ലാവിന്റെ പടിക്കിലെത്തി. കാറിന്റെ വാടക നൽകിയിട്ട് അദ്ദേഹം കോളിംഗ് ബെല്ലടിച്ചു. മെർലിൻ വാതിൽ തുറന്നു. നിങ്ങൾ എവിടെയായിരുന്നു? സൗന്ദര്യധാമത്തിന്റെ പരുക്കൻ ശബ്ദം. സുന്ദരമായ അവളുടെ പരമീൻ കത്തി ജ്വലിക്കുന്ന തീക്കനൽ. അസ്തമന സൂര്യന്റെ ശോണിമയുള്ള കവിളുകളിൽ കറുകറുപ്പ്. ഡോക്ടർ അവളെ രൂക്ഷമായി നോക്കി. എന്താ, നാവിറങ്ങിപ്പോയോ? എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി. തന്റെ കഴിവില്ലായ്മകൾ മറ്റൊരു യുവതിയെ കൂടി അറിയിക്കണമെന്ന് തോന്നി അല്ലേ? മെർലിൻ, ഡോക്ടർ അലറുന്ന ശബ്ദത്തിൽ വിളിച്ചു. എന്താ, പേടിപ്പിക്കുകയാണോ? എന്നെ അംഗീകരിക്കാൻ കഴിവില്ലാത്ത നീ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? സ്വർണ്ണക്കൂട്ടിലിട്ട് എന്നെ ഇഞ്ചിഞ്ചായി വർഷങ്ങളായി നിങ്ങൾ കൊല്ലുകയല്ലേ? ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. ഡോക്ടർ മാർട്ടിൻ പെരേരെ മരിക്കുന്നത് വരെ നീ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. അത് കഴിഞ്ഞാൽ? കെന്നഡിയുടെ ഭാര്യ ഇപ്പോൾ ഓനാസിന്റെ ഭാര്യയാണ്. മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്നവരെ നിയന്ത്രിക്കാനാവില്ലല്ലോ. എന്നിലെ സ്ത്രീയെയാണ് നിങ്ങൾ കൊല്ലുന്നത്. സാരമില്ല, ഭാരതനാരികൾ ജീവിക്കുന്നത് പുരുഷന് വേണ്ടിയാണ്. എന്തു ത്യാഗവും സഹിക്കാൻ സ്ത്രീകൾ തയ്യാറായിരിക്കണം. ആശ എന്ന പെൺകുട്ടി എന്തു ത്യാഗവും സഹിച്ചു കൊള്ളാമെന്ന് വാക്ക് തന്നിട്ടുണ്ടോ? ആശയോ? അജ്ഞത നടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചു അല്ലേ? പോലീസ് സൂപ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ആ ഘാതകന്റെ കയ്യിലകപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കണമെന്ന് തോന്നി. പിന്നെന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നത്? ഒരു കാര്യം വ്യക്തമായി. എന്താണ്? ലില്ലിയെ പോലെ, എന്നെപ്പോലെ നിങ്ങളെ മറ്റൊരു പെൺകുട്ടി കൂടി വെറുക്കാൻ പോകുന്നു. എല്ലാ പെൺകുട്ടികളും നിന്നെ പോലെയാണെന്ന് കരുതിയോ? പുരുഷത്വമില്ലാത്ത പുരുഷനെ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല. അവൾ മുഖമടച്ച് ആട്ടുന്നത് പോലെ പറഞ്ഞിട്ട് മുറിക്കുള്ളിൽ കയറി കഥകടച്ചു. ഡോക്ടർ മാർട്ടിൻ പെരേര കുറച്ചു നേരം സ്തംഭിച്ച് അവിടെ തന്നെ നിന്നു. അതിനുശേഷം സാവധാനം നടന്ന് കോണിപ്പടികൾ കയറി കിടപ്പുമുറിയിലെ വാതിൽക്കിലെത്തി. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് അദ്ദേഹം വേഗം കോണിപ്പടികൾ ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ മെർലിൻ വാതിൽ തുറന്നു. കാർ വർക്ക്ഷോപ്പിലായതിനാൽ ഫുട്പാത്തിലൂടെ അതിവേഗം നടന്നു പോകുന്ന ഡോക്ടറെ കണ്ടു. അദ്ദേഹം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വെറുപ്പോടെ അവൾ നോക്കി നിന്നു. വീണ മീട്ടാൻ അറിഞ്ഞുകൂടാത്തവൻ വീണ സ്വന്തമാക്കരുത്. എന്നിട്ടും പറയുന്നത് കേട്ടില്ലേ? എന്തു ത്യാഗവും സഹിക്കാൻ സ്ത്രീകൾ തയ്യാറായിരിക്കണമെന്ന്. കൗമാരപ്രായം മുതൽ താലോചിച്ച സ്വപ്നങ്ങൾ വാടിക്കരിഞ്ഞ് മണ്ണടിയുന്നത് കണ്ടില്ലെന്ന് നടിക്കണമെന്ന്. എത്ര വാചാലതയോട് സംസാരിച്ചാണ് അദ്ദേഹം പടിയിറങ്ങിപ്പോയത്. ഏതോ പാവപ്പെട്ട പെൺകുട്ടിയെ വശീകരിച്ചെടുത്ത് അവളിൽ നിന്നും അളവറ്റ സ്നേഹം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാവം നടക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് ഡോക്ടറോട് വല്ലാത്ത പക തോന്നി. ഈ തടവറയിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? റോബിൻസണിലായിരുന്നു ആദ്യത്തെ പ്രതീക്ഷ. വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളവുമായി ഒരാൾ കടന്നു വന്നു. രഞ്ജിത്ത്. പക്ഷേ അയാൾ ക്രൂരനായ ഒരു കൊലയാളിയായിരുന്നു. പിടഞ്ഞു മരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തെ പ്രാപിക്കുന്ന കിരാതൻ. അയാൾ പ്രകടിപ്പിച്ച സ്നേഹവും വാചാലതയും മരണത്തിലേക്കുള്ള വഴിയാണ്. അവൾ രഞ്ജിത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ടെലിഫോൺ ബെല്ലടിച്ചു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഡോക്ടർ പെരേരയുടെ വസതിയല്ലേ? അവൾക്ക് പരിചിതമായ സ്വരം. അതെ മെർലിൻ, ഞാൻ രഞ്ജിത്താണ് സംസാരിക്കുന്നത്. യു സ്റ്റുപ്പിഡ്! അവൾ
റിസീവർ ക്രാഡിലിൽ വെച്ചു. അടുത്ത നിമിഷം വീണ്ടും ടെലിഫോൺ ശബ്ദിച്ചു. ഹലോ മർലിൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ പ്ലീസ്. പറയൂ. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങോട്ട് വരും, കാത്തിരിക്കണം. ടെലിഫോൺ ബന്ധം നിലച്ചു. ഇടിവെട്ടേറ്റതുപോലെ മർലിൻ സ്തംഭിച്ചിരുന്നു പോയി. താൻ വളരെയേറെ ഇഷ്ടപ്പെടുകയും ഇപ്പോൾ അങ്ങേയറ്റം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ രാത്രിയിൽ ഇങ്ങോട്ട് എത്തുമെന്ന്. ഇണയെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് നിശ്ചലമായ ശരീരവുമായി ബന്ധപ്പെടുന്ന രാക്ഷസൻ. ഓർത്തപ്പോൾ അവൾക്ക് അറപ്പ് തോന്നി. പോലീസിനെ വിവരമറിയിച്ചാൽ തനിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അവൾ ഫോൺ ചെയ്യാൻ ഭാവിക്കുമ്പോൾ വീണ്ടും ടെലിഫോൺ ബെല്ലടിച്ചു. ഹലോ, വിരാർന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ മർലിൻ ഭയപ്പെട്ടു പോയി. അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അന്നൊരിക്കൽ നിങ്ങൾ എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ മറന്നിട്ടില്ല. ഡോക്ടറുടെ പഴയ കാമുകി ലില്ലിയെ വധിച്ചത് ഞാനാണെന്ന് മർലിൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ പോലീസ് എന്നെയാണ് സംശയിക്കുന്നത്. യഥാർത്ഥ കൊലയാളി ഇപ്പോഴും സ്വൈര്യവിഹാരം നടത്തുന്നു. നിരപരാധിയെ ഞാൻ ഒളിവിൽ കഴിയുന്നു. എനിക്ക് മോചനം നൽകാൻ മെർലിന് കഴിയും. എന്നിട്ടാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? രോഷത്തോടെ അവൾ ചോദിച്ചു. എനിക്ക് ഡോക്ടർ പെരേരയോട് കടുത്ത അമർഷമുണ്ട്. ഞാനൊരു മാനസിക രോഗിയാണെന്നാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞത്. മെർലിനെ വധിച്ച് പ്രതികാരം ചെയ്യുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. രാത്രിയിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത് പ്രതികാരം ചെയ്യാനാണോ? അല്ല. മെർലിൻ എന്നോട് സഹകരിക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയും യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാൻ കഴിയുകയും ചെയ്യും. നിങ്ങൾ ആശയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? മെർലിൻ തന്നെ അവളുമായി സംസാരിച്ചു നോക്കൂ. അവൾ പോലീസ് സ്റ്റേഷനിലുണ്ടായിരിക്കും. തൻ്റെ ഭർത്താവ് അവളെ സുരക്ഷിത സ്ഥാനത്ത് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് രഞ്ജിത്തിനോട് പറയുന്നത് ശരിയല്ലെന്ന് മെർലിന് തോന്നി. അടുത്ത നിമിഷം ആശയെ കണ്ട് സംസാരിക്കണമെന്ന് അവൾ വിചാരിച്ചു. ഡോക്ടർ മാർട്ടിൻ പെരേര വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് കാറിന്റെ ഡ്രൈവറെ അവൾക്ക് പരിചയമുണ്ടായിരുന്നു. ഡ്രൈവറെ വിളിക്കാൻ ബാബുവിനെ ഏർപ്പാട് ചെയ്തിട്ട് അവൾ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാബു കാറുമായി എത്തി. മെർലിൻ പിൻസീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. 1.5 മണിക്കൂർ കൊണ്ട് അവർ ആശയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. കമലാക്ഷിയുമായി അല്പനേരം സംസാരിച്ചിരുന്നിട്ട് ആശയെ വിളിച്ചുകൊണ്ട് റബ്ബർ തോട്ടത്തിലേക്ക് മെർലിൻ നടന്നു. രഞ്ജിത്തിനെ പറ്റി വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് മെർലിൻ ചോദിച്ചു, നീ പറയുന്നത് സത്യമാണോ? അതെ. എന്നിട്ട് പോലീസുകാർ പറയുന്നത് എങ്ങനെയല്ലല്ലോ. കൊലയാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനായി കണ്ണുകൾ അടച്ച് നിശ്ചലമായി കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ അനുസരിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ ഒന്നും ചെയ്തില്ല. ആരാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നെന്ന് അറിയാമോ? ഇല്ല. എന്നാൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ശരി, ഞാൻ ഇറങ്ങട്ടെ. ആരെയാണ് കൊച്ചമ്മയ്ക്ക് സംശയം? കുറ്റിത്താടിയും ചുവന്ന കണ്ണുകളും ചപ്രത്തല മുടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനാണ് ലില്ലിയെ കൊന്നത്. റോബിനെയും ആ കാട്ടാളനാണ് വധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെർലിൻ അവിടെ നിന്ന് ഇറങ്ങി. ബംഗ്ലാവിൽ തിരിച്ചെത്തി അവൾ രഞ്ജിത്തിനെ സ്വീകരിക്കണോ അതോ പോലീസിൽ അറിയിക്കണമോ എന്നോർത്ത് വിഷമിച്ചു. ആശ പറഞ്ഞത് സത്യമാണെങ്കിൽ രഞ്ജിത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞത് കളവാണെങ്കിൽ ഈ രാത്രിയിൽ താൻ വധിക്കപ്പെടും. ഒരു ഭാഗത്ത് മരണഭയം, മറുവശത്ത് തന്റെ സ്ത്രീത്വം ഒരു പുരുഷന് സമർപ്പിക്കാനുള്ള അടക്കാനാവാത്ത അഭിവാഞ്ച. ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അവൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഫോൺ ശബ്ദിച്ചത്. അവൾ റിസീവർ എടുത്ത് കാതോട് ചേർത്ത് പിടിച്ചു. ഹലോ മെർലിൻ, ഞാനാണ്. രഞ്ജിത്തിന്റെ ശബ്ദം. തളർന്ന ശബ്ദത്തിൽ അവൾ മൂളി. മെർലിൻ പോലീസിനെ ഏർപ്പാട് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? എന്തിന്? ഞാൻ വെറും നീചനാണെന്നല്ലേ മെർലിൻ ഇപ്പോൾ കരുതുന്നത്? ഒരു രീതിക്ക് ചിന്തിച്ചാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും കൊലപാതകങ്ങൾ നടക്കും. പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന എന്നെ സംശയിക്കില്ലല്ലോ. രഞ്ജിത്ത്, നിങ്ങൾ വേഗം വരിക, ഞാൻ കാത്തിരിക്കും. പെട്ടെന്ന് അവൾ റിസീവർ ക്രാഡിലിൽ വെച്ചു. മെർലിന്റെ ബംഗ്ലാവിൽ എത്രയും വേഗം എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ രഹസ്യ താവളത്തിൽ നിന്നും പുറത്തു കടന്നു. കുറച്ച് അകലെ കിടക്കുന്ന ടാക്സിയിൽ കയറാനായി നടന്നു നീങ്ങിയ അവന്റെ പിന്നിൽ തുറന്ന ഒരു ജീപ്പ് ബ്രേക്ക് ചെയ്തു. ശബ്ദം കേട്ടുകൊണ്ട് രഞ്ജിത്ത് തിരിഞ്ഞു നോക്കി. അവൻ ശ്വാസം വിടാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നു. താൻ കാണുന്നത് സത്യമോ മിഥ്യയോ? ഹ്യൂമൻ ലൈഫ് സെന്ററിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന തന്റെ കാറിൽ 1 രൂപയുടെ നാണയം ഒട്ടിച്ചു വെച്ചിട്ട് കടന്നുകളഞ്ഞ ചെറുപ്പക്കാരൻ. കുറ്റിത്താടിയും ചുവന്ന കണ്ണുകളും ചപ്രത്തലമുടിയുമുള്ള അജ്ഞാതൻ. ചൂയിങ്ങം ചവച്ചുകൊണ്ട് അവൻ രഞ്ജിത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി. അവന്റെ മുമ്പിൽ താൻ ഒരു പുഴുവായി തീരുന്നതുപോലെ രഞ്ജിത്തിന് തോന്നി. ചുവന്ന കണ്ണുകളിൽ നിന്നും നിർഗളിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.
നിങ്ങളുടെ പേര് രഞ്ജിത്ത് എന്നല്ലേ? അവൻ മുഴങ്ങുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതെ, അനുസരണയുള്ള കുട്ടിയെപ്പോലെ രഞ്ജിത്ത് മറുപടി പറഞ്ഞു. എന്നെ പരിചയമില്ലായിരിക്കും അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കൽ ഹ്യൂമൻ ലൈഫ് സെന്ററിന്റെ... കറക്റ്റ്. അന്ന് എനിക്ക് ആൾ തെറ്റിപ്പോയി. ഞാൻ പോലീസിന്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. എന്തിന്? ചില കൊലപാതകങ്ങളുമായി അവർ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെയും പോലീസ് നോട്ടമിട്ടിരിക്കുകയല്ലേ? ഏ? നിങ്ങൾ എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതെ, കഴിഞ്ഞ ദിവസം ഞാനില്ലായിരുന്നുവെങ്കിൽ ഡിവൈഎസ്പി ചന്ദ്രബാബു നിങ്ങളെ വധിക്കുമായിരുന്നു. അയാളെ വെടിവെച്ച് കൊന്നത് നിങ്ങളാണോ? അതെ, നിരപരാധികളെ വേട്ടയാടുന്ന ചില പോലീസ് ഓഫീസർമാർ ഇനിയും വധിക്കപ്പെടും. അതിരിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഒരാളെ കാണാൻ പോവുകയാണ്. അപകടം നിങ്ങളുടെ പിന്നാലെയുണ്ട്. സുരക്ഷിത സ്ഥാനത്ത് ഇരിക്കുക, അതായിരിക്കും നല്ലത്. ഒരാളെ അത്യാവശ്യമായി കാണേണ്ടതുണ്ട്. പോലീസ് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ. ഞാൻ പറയുന്നത് അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. എനിക്ക് പോകാതിരിക്കാൻ കഴിയുകയില്ല. വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാനാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങളെ സുരക്ഷിതമായി കൊണ്ടുവിടാം. എന്തു പറയുന്നു? ഒരു നിമിഷം ആലോചിച്ചിട്ട് രഞ്ജിത്ത് ജീപ്പിൽ കയറിയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു പോലീസ് ജീപ്പ് അവരെ പിന്തുടരുന്നതായി മനസ്സിലായി. പെട്ടെന്ന് റാംജിത്ത് പിസ്റ്റൾ എടുത്ത് രഞ്ജിത്തിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, രക്ഷയില്ലെന്ന് കണ്ടാൽ വെടിവെച്ചു കൊള്ളണം. ജീപ്പിന്റെ വേഗത വർദ്ധിച്ചു. ജീപ്പിന്റെ ടയറുകൾ റോഡിൽ സ്പർശിക്കാതെ പറക്കുകയാണെന്ന് രഞ്ജിത്തിന് തോന്നി. തുറന്ന വാഹനമായതിനാൽ കാറ്റിന്റെ ശക്തി കൊണ്ട് മുടിയിഴകളും ഷർട്ടും പിന്നോട്ട് പാറി പറന്നുകൊണ്ടിരുന്നു. കാതുകളിൽ കാറ്റിന്റെ ഹുങ്കാര ശബ്ദം പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഫയർ! ജീപ്പ് ഓടിക്കുന്നതിനിടയ്ക്ക് റാംജിത്ത് വിളിച്ചു പറഞ്ഞു. കഴുത്ത് പിന്നോട്ട് തിരിച്ചു നോക്കിയ രഞ്ജിത്ത് നടുങ്ങിപ്പോയി. പോലീസ് ജീപ്പ് തൊട്ടു പിന്നിൽ എത്തിയിരിക്കുന്നു. നീട്ടിപ്പിടിച്ച റിവോൾവറിൽ നിന്നും അവർക്ക് നേരെ തീ തുപ്പുന്നു. രഞ്ജിത്ത് പെട്ടെന്ന് തീ തുപ്പുന്ന റിവോൾവറിന് നേരെ നിറയൊഴിച്ചു. പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്നും റിവോൾവർ തെറിച്ചു പോകുന്നത് അവൻ കണ്ടു. വീണ്ടും രഞ്ജിത്ത് കാഞ്ചി വലിച്ചു. പോലീസ് ജീപ്പിന്റെ മുൻവശത്തെ ഒരു ടയർ വെടി തീർന്നു. കൊടുങ്കാറ്റ് അവസാനിച്ചു. എന്നിട്ടും പല വഴികളിൽ കൂടി രാംജിത്ത് ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നു. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു, ആശ്വാസത്തോടെ പറഞ്ഞിട്ട് ചോദിച്ചു. നിങ്ങൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ ബംഗ്ലാവിലെത്തണം. ഓക്കെ. ഡോക്ടറുടെ വസതിക്ക് മുമ്പിൽ ജീപ്പ് നിർത്തി. രഞ്ജിത്ത് താഴെ ഇറങ്ങി. ഓക്കെ, താങ്ക് യു. ഓൾ റൈറ്റ്, വീണ്ടും കാണാം. റാംജിത്ത് ജീപ്പ് ഓടിച്ചു പോയി. രഞ്ജിത്ത് ഒരു നിമിഷം ജീപ്പ് പോകുന്നു നോക്കി നിന്നിട്ട് ഗേറ്റ് കടന്ന് മുറ്റത്ത് പ്രവേശിച്ചു. അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. മെർലിൻ വാതിൽ തുറന്നു. മോണോലിസയെ പോലെ വിഷാദത്തിൽ പൊതിഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ സ്വീകരിച്ചു. വാതിലടഞ്ഞു. രണ്ടുപേരും അഭിമുഖമായി ഡ്രോയിങ് റൂമിലെ കസേരകളിലിരുന്നു. എന്നെ കണ്ടപ്പോൾ ഭവതി കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തെപ്പറ്റി ഓർക്കുകയായിരിക്കും അല്ലേ? അതെ, ഞാൻ കാട്ടാളന്മാർ പോലും കാണിക്കാൻ മടിക്കുന്ന രതിവൈകൃതത്തെപ്പറ്റി പരീക്ഷിച്ചു നോക്കി. എന്നിട്ട് സഹകരിക്കാത്ത എന്നോടൊപ്പം ബന്ധപ്പെടാൻ ഒരു യഥാർത്ഥ മനുഷ്യന് സാധിക്കുകയില്ല. യാതൊരു കുഴപ്പമില്ലാത്ത ഞാൻ കടുത്ത മാനസിക രോഗിയാണെന്ന് ഡോക്ടർ എന്തിനാണ് പോലീസിനോട് പറഞ്ഞതെന്ന് അറിയാമോ? മറുപടി പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. പറയൂ, എന്നെ എന്തിനാണ് അദ്ദേഹം ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ചത്? പറയാം. നമുക്ക് കിടപ്പുമുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. അവൾ ഗോവണി കയറാൻ തുടങ്ങി. രഞ്ജിത്ത് അവളെ അനുഗമിച്ചു. മുറിയിൽ പ്രവേശിച്ചയുടൻ വാതിൽ അടച്ചു പൂട്ടിയിട്ട് മെർലിൻ അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, ഈ രംഗം കാണാനിടയായാൽ ഡോക്ടർ നിങ്ങളെ എന്തു ചെയ്യും? വെടിവെച്ചു കൊല്ലും. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ മാനസിക രോഗിയായി ചിത്രീകരിക്കും. മണി കിലുങ്ങുന്നതുപോലെ ചിരിച്ചുകൊണ്ടവൾ മുല്ലവള്ളി പോലെ അവന്റെ ശരീരത്തിലേക്ക് പടർന്നു കയറി. ജ്വലിച്ചു നിൽക്കുന്ന തീയിൽ എണ്ണ പകർന്നതുപോലെ രഞ്ജിത്ത് വികാരപരവശനായി. മെർലിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നത്? എന്നെ നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കുമെങ്കിൽ എല്ലാം പറയാം. നിന്നെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറാണ്. അവളുടെ കണ്ണുകൾ തിളങ്ങി. അടുത്ത നിമിഷം കഥകിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. മെർലിനും രഞ്ജിത്തും മുഖാമുഖം നോക്കി. പുറത്ത് പോലീസ് ആയിരിക്കുമെന്ന് രഞ്ജിത്തിന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി രക്ഷപ്പെടുക പ്രയാസമായിരിക്കും. ഡോക്ടർ മാർട്ടിൻ പെരേരയാണെങ്കിലും കുഴപ്പം തന്നെ. അയാൾ കഴിഞ്ഞ തവണ തനിക്ക് നേരെ നിറയൊഴിച്ചത് ഒരു നടുക്കത്തോടെ രഞ്ജിത്ത് ഓർമ്മിച്ചു. ചെകുത്താനും കടലിനും മധ്യേ നിൽക്കുന്ന മുക്കുവനെ പോലെ അവൻ മെർലിനെ നോക്കി. അതുവരെ മനസ്സിലുണ്ടായ സന്തോഷത്തിന്റെ തിരുനാളം പൊളിഞ്ഞു. എന്തു ചെയ്യണമെന്ന് മെർലിനും അറിയില്ലായിരുന്നു. കഥകിൽ വീണ്ടും മുട്ടുകയാണ്. പുറത്ത് ആരാണെന്ന് ചോദിക്കൂ, രഞ്ജിത്ത് ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞു. ആരാ? അവൾ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. വാതിൽ തുറക്കടി.
ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ കർക്കശസ്വരം അവൾ കേട്ടു. എന്തും വരട്ടെ എന്ന് കരുതി അവൾ വാതിൽ തുറന്നു. അടുത്ത നിമിഷം ഡോക്ടർ മുഴുക്കിലേക്ക് പാഞ്ഞു കയറി. രഞ്ജിത്തിനെ കണ്ടയുടൻ അയാളുടെ കോപം ഇരട്ടിച്ചു. റെഡി റാസ്കൽ! അദ്ദേഹം കൈ ചുരുട്ടി രഞ്ജിത്തിന്റെ മുഖത്ത് ശക്തിയായി ഒരു ഇടി കൊടുത്തു. പെട്ടെന്ന് രഞ്ജിത്ത് കഴുത്ത് വെട്ടിച്ച് ഇടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത നിമിഷം ഡോക്ടർ പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ വലിച്ചെടുത്തു. എന്തിനാടാ ഇവിടെ കയറി വന്നത്? രഞ്ജിത്തിനൊന്നും ചെയ്യരുത്! മെർലിൻ ഇടയ്ക്കു കയറി. മാറി നിൽക്കടി! ഡോക്ടർ അവളെ തല്ലി മാറ്റിയിട്ട് പിസ്റ്റൾ രഞ്ജിത്തിന്റെ നെഞ്ചിൽ അമർത്തിക്കൊണ്ട് വലതുകരമുയർത്തി അവന്റെ മുഖത്ത് തലങ്ങും വിലങ്ങും മർദ്ദിക്കാൻ തുടങ്ങി. മെർലിൻ ഓടിച്ചെന്ന് ഡോക്ടറുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. അവളെ തൊഴിച്ചു മാറ്റി. എന്നെ കൊന്നോളൂ, ഞാനാണ് തെറ്റ് ചെയ്തത്. തറയിൽ കിടന്നുകൊണ്ട് മെർലിൻ പറഞ്ഞു. നിന്നെയും ഇവനെയും വെടിവെച്ചു കൊല്ലാൻ എനിക്കറിയാം. എന്നാൽ സ്ത്രീക്ക് വേണ്ടി കൊലപാതകയാവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്ത്രീയുടെ വികാരത്തെ മാനിക്കാത്ത നിങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതാണ് നല്ലത്. നാവടക്കടി! ഡോക്ടർ നിയന്ത്രണം വിട്ട് അലറി. പുരുഷത്വമില്ലാത്ത നിങ്ങളുടെ ഭാര്യയായി ഇനി മരിച്ചു ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. മെർലിൻ ചാടി എണീറ്റു. ഡോക്ടർ വീണ്ടും അവളെ തൊഴിച്ചു വീഴ്ത്തിയിട്ട് രഞ്ജിത്തിന്റെ മുഖത്തും നെഞ്ചിലും മർദ്ദിച്ചുകൊണ്ട് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊലയാളിയാണ് നീ. നിന്നെ വെടിവെച്ചു കൊന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. എന്നാൽ ഡോക്ടർ വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ബാൽക്കണിയിൽ നിന്നും ഒരലർച്ച കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് 3 പേരും നോക്കി. നീട്ടിപ്പിടിച്ച പിസ്റ്റളുമായി രാംജിത്ത് നിൽക്കുന്നു. അവനെ കണ്ടയുടൻ മെർലിന്റെ സപ്തനാടികളും തളർന്നുപോയി. രഞ്ജിത്തിന്റെ മുഖത്തെ ഭയം ഓടി ഒളിച്ചു. ഡോക്ടർ പെരേര വിളറി വെളുത്തു. രാംജിത്ത് മുറിയിലേക്ക് കയറി ഡോക്ടറെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയാണ് തെറ്റു ചെയ്തത്. രഞ്ജിത്തിനോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ രാംജിത്ത് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവന്റെ പിന്നാലെ രാംജിത്ത് പുറത്തേക്കിറങ്ങി. രഞ്ജിത്തിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് രാംജിത്ത് ഓടിച്ചുപോയി. നിങ്ങൾ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, കൃതജ്ഞതയോടെ അവൻ പറഞ്ഞു. യഥാർത്ഥ കൂട്ടുകാരനെ ആപത്ത് നേരത്താണ് തിരിച്ചറിയുന്നത്. നിങ്ങളെ അന്വേഷിച്ച് പോലീസുകാർ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നോ പ്രോബ്ലം, എൻ്റെ കടമ ഞാൻ ചെയ്തു. ടേക്ക് ഇറ്റ് ഈസി. സത്യത്തിൽ നിങ്ങളുടെ പേര് പോലും ഇതുവരെ ചോദിച്ചില്ല. എൻ്റെ പേര് രാംജിത്ത്. കുറച്ചു കാലങ്ങളായി അധോലോകത്താണ് ജീവിക്കുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. എന്താണ്? ആ സ്ത്രീയുമായി ഇനി ബന്ധപ്പെടരുത്. ഇനിയും അവരെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയില്ല. എന്തു പറയുന്നു? ശരി, എൻ്റെ കൈ പിടിച്ച് വാക്കു തരൂ. രഞ്ജിത്തിൻ്റെ നേർക്ക് രാംജിത്ത് തൻ്റെ ഇടതുകരം നീട്ടി. രഞ്ജിത്ത് അവൻ്റെ കൈ പിടിച്ച് വാക്കു കൊടുത്തു. സുഹൃത്തെ, ഒരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്താണ്? കഴുത്ത് തിരിച്ച് രഞ്ജിത്തിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് രാംജിത്ത് ചോദിച്ചു. എൻ്റെ കാറിൽ 1 രൂപയുടെ നാണയം എന്തിനാണ് നിങ്ങൾ പറ്റിച്ചു വെച്ചത്? നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചതാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതോ ലോകത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ഒരുപക്ഷെ കാർ മോഷ്ടാവായിരിക്കും, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ സ്മഗ്ലർ, വാടക ഗുണ്ട. നിങ്ങൾ ആരായാലും എൻ്റെ ഉത്തമ സുഹൃത്ത് തന്നെ, രഞ്ജിത്ത് മതിപ്പോടെ പറഞ്ഞു. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കണം. തീർച്ചയായും. രഹസ്യ താവളത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ജീപ്പ് നിന്നു. രഞ്ജിത്ത് ഇറങ്ങി. ഓക്കെ, ഗുഡ് നൈറ്റ്. ജീപ്പ് മുമ്പോട്ട് ഇരമ്പിപ്പാഞ്ഞുപോയി. രഞ്ജിത്ത് വേഗം താവളത്തിലെത്തി. അവനെ കാണാതെ സത്യാനന്ദൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സത്യാനന്ദൻ ചോദിച്ചു. ആ ഡോക്ടറുടെ ഭാര്യയ്ക്ക് എന്നോട് വല്ലാത്ത പ്രേമം. അവൾ എന്തെങ്കിലും വിവരം തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നിട്ട് ഞാൻ മാനസിക രോഗിയാണെന്ന് അയാൾ പറയാനുള്ള കാരണം മാത്രം പിടികിട്ടി. അയാളുടെ ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധം നേർക്കണം, അതാണ് ലക്ഷ്യം. ഉന്നതനായ ഒരു വ്യക്തിയുടെ ഭാര്യ ജാരനുമായി ബന്ധപ്പെടാനുള്ള കാരണം? അയാൾക്ക് ശാരീരികമായ എന്തോ തകരാറുകളുണ്ട്. തുടർന്ന് രാംജിത്തുമായി പരിചയപ്പെട്ടതും അയാളുടെ സഹായം ലഭിച്ചതുമായ കാര്യങ്ങൾ അവൻ വിശദമായി പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ സത്യാനന്ദൻ മൂകനായിരുന്നു. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ താനും രഞ്ജിത്തും പോലീസിന് പിടികൊടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് സത്യാനന്ദന് തോന്നി. അയാൾ തന്റെ അഭിപ്രായം രഞ്ജിത്തിനോട് പറഞ്ഞു. പ്രഗത്ഭനായ ഒരു വക്കീൽ മുഖേന നമ്മൾ പോലീസിന് പിടികൊടുത്താൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രാംജിത്തിനോട് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ അധോലോകത്ത് പ്രവർത്തിക്കുകയല്ലേ. ഒരിക്കലും നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് തോന്നുന്നില്ല. DYSP ചന്ദ്രബാബുവിന്റെ കൊലയാളിയും അയാളല്ലേ? ശരിയാണ്. നമ്മൾ മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അമ്മയെക്കുറിച്ചും യാതൊരു വിവരവുമില്ലല്ലോ.
അമ്മ അമ്മാവിന്റെ വീട്ടിലുണ്ടായിരിക്കും. അവർ ഭാവി പരിപാടികളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റാംജിത്ത് കമലാക്ഷിയുടെ വീട്ടിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തിയത്. താക്കോൽ ചൂണ്ടുവിരലിലിട്ട് കറക്കിക്കൊണ്ടവൻ കമലാക്ഷിയെയും ആശയെയും ചുഴിഞ്ഞു നോക്കി. അവന്റെ സൂക്ഷ്മ ദൃഷ്ടി ആശയുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കള്ളപ്പുഞ്ചിരിയോടെ അവൻ കമലാക്ഷിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, രഞ്ജിത്ത് രാത്രിയിൽ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ. വിളക്കണിച്ചിട്ട് നിങ്ങൾ കിടന്നോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവൻ സിറ്റ് ഔട്ടിലെ കസേരയിലിരുന്നു. കമലാക്ഷി മുറിക്കുള്ളിലേക്ക് കയറി. അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറിയ ആശ തിരിഞ്ഞു നോക്കി. റാംജിത്തിന്റെ കുത്തിവലിക്കുന്ന നോട്ടം വീണ്ടും അവളുടെ ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു. അവൾ വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം ഉറങ്ങാതെ കിടന്നു. താവളത്തിൽ തിരിച്ചെത്തിയ രഞ്ജിത്തിനെ പോലീസ് സൂപ്രണ്ട് ഫെർണാണ്ടസ് പിടികൂടി. സത്യാനന്ദിനെയും രഞ്ജിത്തിനെയും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. തന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച അജ്ഞാതനെ പറ്റി അവർ വിശദമായി പറഞ്ഞു. ഡോക്ടർ പെരേരയുടെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധത്തെപ്പറ്റിയും കമലാക്ഷിയുടെ മകൾ ആശയോടൊപ്പം കിരാതന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനായി കിടക്ക പങ്കിട്ട കാര്യവും അവൻ പറഞ്ഞു. ഉടൻ തന്നെ ആശയെ കണ്ട് സംസാരിക്കണമെന്ന് SP ഫെർണാണ്ടസ് തീരുമാനിച്ചു. ഉയർന്ന 2 പോലീസ് ഓഫീസർമാരെയും രഞ്ജിത്തിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആശയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. റോഡ് സൈഡിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന തുറന്ന ജീപ്പ് കണ്ടുകൊണ്ട് വണ്ടി നിർത്താൻ അദ്ദേഹം ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഡ്രൈവർ വണ്ടി നിർത്തി. സർ, റാംജിത്തിന്റെ ജീപ്പ് തന്നെയാണിത്, രഞ്ജിത്ത് പറഞ്ഞു. പോലീസ് സൂപ്രണ്ട് ഫെർണാണ്ടസ് തുറന്ന ജീപ്പ് വിശദമായി പെൻടോർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചു. പെട്ടിയുടെ അടപ്പ് പോലെ തുറക്കാവുന്ന സീറ്റും അതിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന രഹസ്യ അറയും അദ്ദേഹത്തിന് കൗതുകമുണ്ടാക്കി. രഹസ്യ അറയ്ക്കുള്ളിൽ നിന്നും നീളമുള്ള മുടിനാരിഴകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പെട്ടെന്ന് അദ്ദേഹം ജീപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത് പാഞ്ഞെത്തി. ഇവിടെ നിന്നും ആശയുടെ വീട്ടിലെത്താൻ എത്ര ദൂരം കൂടിയുണ്ട്? SP ചോദിച്ചു. 2-3 ഫർലോങ് ദൂരം ഉണ്ടായിരിക്കും, അവർ അഭിപ്രായപ്പെട്ടു. കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിടാൻ പറഞ്ഞിട്ട് ഫെർണാണ്ടസ് ഒരു പോലീസ് ഓഫീസറെയും വിളിച്ചുകൊണ്ട് വേഗം നടന്ന് ആശയുടെ വീടിന്റെ പടിക്കിലെത്തി. അപ്പോൾ വീട്ടിൽ നിന്നും 2 രൂപങ്ങൾ ഇറങ്ങി വരുന്നത് അവർ അരണ്ട വെളിച്ചത്തിൽ കണ്ടു. ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇറങ്ങി വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവരെ നേരിടണമെന്ന് പോലീസ് സൂപ്രണ്ട് പെട്ടെന്ന് വിചാരിച്ചുവെങ്കിലും അടുത്ത നിമിഷം അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ഭംഗിയെന്ന് അദ്ദേഹത്തിന് തോന്നി. 2 പേരും ശബ്ദമുണ്ടാക്കാതെ വഴിയുടെ ഓരത്ത് ഒളിച്ചിരുന്നു. റാംജിത്തും ആശയും സാവധാനം നടന്ന് അവരുടെ മുമ്പിലൂടെ കടന്നുപോയി. അവരുടെ ലക്ഷ്യം മരച്ചുട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ജീപ്പാണെന്ന് മനസ്സിലായപ്പോൾ ഫെർണാണ്ടസും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും പുരയിടത്തിൽ കൂടി കയറി പെട്ടെന്ന് മുമ്പിലെത്തി. ഡ്രൈവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവർ 2 പേരും ജീപ്പിന്റെ സീറ്റിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന രഹസ്യ അറയിൽ കയറി കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാംജിത്തും ആശയും ജീപ്പിൽ കയറി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആശ ചോദിച്ചു. ആരും ശല്യം ചെയ്യാത്തൊരു സ്ഥലത്തേക്ക്, അവൻ പരുക്കൻ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. അത് മതി. എഞ്ചിൻ സ്റ്റാർട്ടായി. അതിവേഗം ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കുലുക്കത്തോടെ ജീപ്പ് നിന്നു. 2 പേരും ജീപ്പിൽ നിന്ന് ഇറങ്ങി. SP ഫെർണാണ്ടസ് സീറ്റ് അല്പം ഉയർത്തി നോക്കി. വലിയ ഒരു ബംഗ്ലാവിന്റെ പോർച്ചിലാണ് ജീപ്പ് കിടക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വാതിൽ തുറന്ന് റാംജിത്തും ആശയും ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് ഫെർണാണ്ടസ് രഹസ്യ അറയിൽ നിന്നും പുറത്തു കടന്നു. അടുത്ത സീറ്റ് ഉയർത്തി കൂട്ടുകാരനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. 2 പേരും ജീപ്പിൽ നിന്നും ഇറങ്ങി തുറന്നു കിടക്കുന്ന വാതിലൂടെ അകത്തേക്ക് കയറാൻ ഭാവിക്കുമ്പോഴാണ് ഒരു മാരുതി കാർ ജീപ്പിന് പിന്നിൽ വന്നു നിന്നത്. കാറിന്റെ ഹെഡ്ലൈറ്റ് അണഞ്ഞയുടൻ 2 പേരും പോർച്ചിന്റെ ഒരു വശത്തേക്ക് തെന്നി മാറി. കാറിൽ നിന്നും നീളൻ കോട്ടും തൊപ്പിയും അണിഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി. അയാൾ ജീപ്പിനടുത്തേക്ക് സാവധാനം നടന്നെടുത്തു. ഏത് നിമിഷവും വെടിവെക്കാൻ തയ്യാറായി SP ഫെർണാണ്ടസും സഹപ്രവർത്തകനും അക്ഷമയോടെ നിന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാംജിത്ത് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്തുനിന്ന കോട്ടുധാരി അകത്തേക്ക് കയറി. റാംജിത്ത് താക്കോൽ കൂട്ടം വിരലിലിട്ട് ഒരു നിമിഷം കറക്കിയിട്ട് ലൈറ്റർ എടുത്ത് കത്തിച്ച് സിഗരറ്റിന് തീ കൊളുത്തി. SP ഫെർണാണ്ടസ് അവന്റെ പൈശാചികമായ മുഖം കണ്ടു. 1 സെക്കൻഡ് പോലും പാഴാക്കാതെ പാഞ്ഞു ചെന്ന് റാംജിത്തിന്റെ പിൻകഴുത്തിൽ ശക്തിയായി ഒരടി കൊടുത്തു. അടിയേറ്റ് മുമ്പോട്ട് വീഴാൻ തുടങ്ങിയ അവന്റെ മുതുകിൽ ഒരു തൊഴി കൂടി കൊടുത്തു. റാംജിത്ത് ബോധരഹിതനായി നിലം പതിച്ചു. അവനെ ശ്രദ്ധിച്ചുകൊള്ളാൻ സഹപ്രവർത്തകനായ DYSP രാമാനുജത്തിന് നിർദ്ദേശം നൽകിയിട്ട് അദ്ദേഹം തുറന്നു കിടക്കുന്ന ബംഗ്ലാവിന്റെ വാതിൽക്കലെത്തി. അപ്പോൾ യുവതിയോട് അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ കിന്നാരം പറയുന്നത് കേട്ടു. ശബ്ദം കേട്ട ലക്ഷ്യം വെച്ച ഫെർണാണ്ടസ് പെൺടോർച്ച് തെളിച്ചു. ഫെർണാണ്ടസ് നടുങ്ങിപ്പോയി. നഗ്നയായ യുവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ മാർട്ടിൻ പെരേര കിടക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്,
ഫെർണാണ്ടസ് വിളിച്ചു പറഞ്ഞു. യുവതിയുടെ തലക്കെട്ടിൽ വെച്ചിരുന്ന പിസ്റ്റൾ എടുത്തുകൊണ്ട് ഡോക്ടർ ചാടി എണീക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് സൂപ്രണ്ട് ഫെർണാണ്ടസ് അലറി, പിസ്റ്റൾ താഴെയിടൂ, അല്ലെങ്കിൽ ഞാൻ നിറയൊഴിക്കും. ഡോക്ടർ പിസ്റ്റൾ താഴെയിട്ടു. ഫെർണാണ്ടസ് ഒറ്റ കുതിപ്പിന് ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടർക്ക് ചലിക്കാൻ പോലും അവസരം നൽകാതെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇടതു കൈയിലിരുന്ന പെൺ ടോർച്ച് യുവതിയുടെ മുഖത്തേക്ക് തെളിച്ചു. ഏ ഫെർണാണ്ടസ് വീണ്ടും നടുങ്ങി. കണ്ണുകൾ തുറിച്ച് നിശ്ചലയായി ആശ കിടക്കുന്നു. ഡോക്ടർ, നിങ്ങൾ എന്തിനാണ് ഈ യുവതിയെ കൊന്നത്? ചോദ്യം ആവർത്തിക്കാതെ SP ഫെർണാണ്ടസ് കൈവലിച്ച് ഡോക്ടറുടെ മുഖമടച്ച് ഒരടി കൊടുത്തു. അടിയേറ്റ് ഡോക്ടർ തറയിൽ വീണു. റാംജിത്ത്, ഡോക്ടർ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു. അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുമില്ല. ഞാൻ നിരപരാധിയാണ്, ഡോക്ടർ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. യു ഷട്ടപ്പ് ബ്ലഡി ബീച്ച്, അലറിക്കൊണ്ട് SP അയാളെ ആഞ്ഞു തൊഴിച്ചു. തൊഴിയേറ്റ് ഡോക്ടർ താഴെ വീണു. സർ, റാംജിത്താണ് ഇവളെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. എന്തിന്? പറയണം കള്ള റാസ്കലെ. SP വീണ്ടും കാലുയർത്തി. അവൻ മാനസിക രോഗിയാണ്. SP അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് മേശപ്പുറത്തിരുന്ന മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, മാനസിക രോഗി കൊലപാതകം നടത്തി. ആ ജഡത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന നിങ്ങൾ ആരാണ്? ഞാൻ ഞാൻ പറയൂ. മനോരോഗിയെ ചികിത്സിക്കാതെ കൊണ്ടു നടക്കുന്നതിന്റെ ഉദ്ദേശം കേൾക്കട്ടെ. ഏതാനും നിമിഷ നേരത്തെ മൗനത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു. ഞാൻ പിഗ്മാലിയനിസത്തിന് അടിമയാണ്. എന്ന് പറഞ്ഞാൽ? പ്രതിമകളുമായി രതിലീല നടത്തുകയാണ് എനിക്കിഷ്ടം. അമേരിക്കയിലെ ജീവിതം എന്നെ വഴിതെറ്റിച്ചു. റബ്ബർ കൊണ്ട് നിർമ്മിച്ച കൃത്രിമ യുവതികളുമായി ഞാൻ വളരെ കാലം രമിച്ചു. പിന്നീട് വിവാഹം കഴിഞ്ഞപ്പോൾ നിശ്ചലായി കിടക്കുവാൻ ഞാൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു. അവൾ അനുസരിച്ചില്ല. പല യുവതികളുമായും ഞാൻ ബന്ധപ്പെട്ടു. ആരും ശവം പോലെ കടന്നു തരാൻ കൂട്ടാക്കിയില്ല. ചലിക്കുന്ന കൂട്ടുകാരിയെ എനിക്ക് കിടക്കറയിൽ ആവശ്യമില്ലായിരുന്നു. പ്രതികരിക്കാത്ത പാവകളെ ആയിരുന്നു എനിക്ക് ആവശ്യം. ഒടുവിൽ രതിസുഖത്തിനായി ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തു. റാംജിത്തും പിഗ്മാലിയനിസം എന്ന രോഗമുള്ള ആളാണോ? അല്ല. സ്ത്രീകളെ കൊല ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിർവൃത്തിയിൽ ലൈംഗിക സുഖം അനുഭവിക്കുന്ന കടുത്ത മാനസിക രോഗമുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റാണ് അവൻ. ഏതു യുവതിയെയും പാട്ടിലാക്കാൻ അവന് കഴിയും. ലില്ലിയെ തട്ടിക്കൊണ്ടുപോയത് എന്തിനായിരുന്നു? അവൾ എൻ്റെ മുൻ കാമുകിയായിരുന്നു. എൻ്റെ എല്ലാ വൈകൃതത്തെപ്പറ്റിയും അറിയാവുന്ന ലില്ലി ജീവിച്ചിരുന്നാൽ എനിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കി. പഴയ റിസപ്ഷനിസ്റ്റ് ഷാനിക്കും ഈ രഹസ്യങ്ങൾ അറിയായിരുന്നുവോ? അവൾ പൂർണ്ണ മനസ്സോടെ വിധേയത്വം പ്രകടിപ്പിച്ചിട്ട് ഒടുവിൽ എന്നെ വെറുത്തു. രഞ്ജിത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചത് എന്തിനാണ്? അവനാണ് കുറ്റകൃത്യങ്ങൾ നടത്തുന്നതെന്ന് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തന്ത്രം ഉപയോഗിച്ചത്. CI ജയദേവനെയും DYSP ചന്ദ്രബാബുവിനെയും വധിച്ചത് ആരാണ്? റാംജിത്ത്. തെളിവുകൾ രഞ്ജിത്തിനെതിരെ തിരിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം. അവനെ പോലീസ് പിടികൂടാതെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? അതെ. ഈ ലോകത്ത് നടനമാടിക്കൊണ്ടിരിക്കുന്ന വിചിത്രങ്ങളായ രതി വൈകൃതങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് SP ഫെർണാണ്ടസ് ഒരു നിമിഷം നിന്നുപോയി. വീഡിയോ ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.